ആദരമാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ, സന്തോഷത്തോടെ മരിക്കണോ? ആദരമാകുന്ന പ്രവാചകനതാ സഹാബത്തിനോട് ചോദിക്കുമ്പോ സഹാബത്തതാ പറയുകയാ, യാ റസൂലല്ലാഹ്, ഈമാനോടെ മരിക്കണം നബിയേ, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കണം നബിയേ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, നാല് കാര്യങ്ങള് ആരെങ്കിലും ഒരാൾ അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഒന്ന്, ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ ആദരിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, റജബ് മാസം കടന്നു വന്നല്ലോ, ഞാനും നിങ്ങളും ദുആ ചെയ്തല്ലോ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഉണ്ടല്ലോ ബറകത്ത് തരണേ അല്ലാഹ്. വബല്ലിഅനാ റമളാൻ. ഒരുപാട് പ്രതിഫലങ്ങളുള്ള, ഒരുപാട് ആനന്ദമുള്ള, ഒരുപാട് ആഗ്രഹമുള്ള, ഒരുപാട് മഹത്വമുള്ള റമളാനുണ്ടല്ലോ, ഞങ്ങളിലേക്ക് ആഗതമാക്കണ അല്ലാഹ്. അത് കഴിഞ്ഞ് പടച്ചവനോട് ദുആ ചെയ്യുന്നൊരു ദുആയാ, അല്ലാഹുമ്മ വഫിഖ്നാ ഫീഹി ലിസിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ. ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ്. നോമ്പ് നോറ്റാൻ, നമസ്കരിക്കാൻ, സദഖ കൊടുക്കാൻ, ഇഅ്തികാഫിരിക്കാൻ, വതിലാവത്തിൽ ഖുർആൻ. ഒരുപാട് അത്ഭുതങ്ങളുടെ കലവറയുള്ള ഖുർആനുണ്ടല്ലോ, ഓതാനായിട്ട് തൗഫീഖ് തരണേ അല്ലാഹ്, സൗഭാഗ്യം തരണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവനോട് ദുആ ചെയ്തവരാ. അല്ലാഹുവിന്റെ ഖുർആനിനെ മുറുകെ പിടിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഖുർആനിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്നവരെ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, മക്കളെ യഥാ ഖുർആന് പഠിപ്പിച്ചാൽ, മക്കളെ യഥാ ഹാഫിളാക്കിയാൽ, പെൺമക്കളെ യഥാ ഹാഫിളത്താക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ, അല്ലാഹു തരുന്ന മഹത്വം എന്താ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, അസ്റായീൽ കടന്നു വന്ന് റൂഹ് പിടിച്ചാൽ ഞാനും നിങ്ങളുമുണ്ടല്ലോ വിട പറയുകയാ, മരിക്കുകയാ. പള്ളിയിലെ മുഅദ്ദിൻ ഉസ്താദ് വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹ്. ആശിഖ് ദാരിമി മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ ഖതീബ് മരിച്ചിട്ടുണ്ട്, പള്ളിയിലെ മുഅദ്ദിൻ മരിച്ചിട്ടുണ്ട്, നാട്ടിലെ കാരണവര് മരിച്ചിട്ടുണ്ട്, പള്ളിയുടെ പരിപാലകര് മരിച്ചിട്ടുണ്ട് എന്നതാ വിളിച്ചു പറയുകയാ. എല്ലാവരും അതാ കടന്നു വരികയാ, കൂടപ്പറപ്പീങ്ങള് കടന്നു വരികയാ, കുടുംബക്കാര് കടന്നു വരികയാ, അയൽവാസികള് കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, മിത്രങ്ങളതാ കടന്നു വരികയാ, ശത്രുക്കളതാ കടന്നു വരികയാ, പ്രവർത്തകരതാ കടന്നു വരികയാ, ഉസ്താദന്മാര് കടന്നു വരികയാ, സയ്യിദന്മാര് കടന്നു വരികയാ, മുതഅല്ലിമീങ്ങള് കടന്നു വരികയാ. എല്ലാവരും അതാ ജനാസയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. പടച്ചവനെ കുളിപ്പിക്കുകയാ, എന്നിട്ടതാ കഫം പുടവയിൽ പൊതിയുകയാ, പടച്ചവരെ അത്തുറ പൂശുകയാ. ജനാസയുണ്ടല്ലോ സന്തൂക്കിലേക്ക് കയറ്റുകയാ. ഇന്ന് വരെ പള്ളി കാണാത്തവരെ, ഇന്ന് വരെ പള്ളിയുടെ കാർപ്പറ്റ് കാണാത്തവരെ, നിന്റെ ജനാസയുണ്ടല്ലോ പള്ളിയിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അവിടെ നിന്നുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടു ചെല്ലുകയാ. അതുകൊണ്ടാണ് തഴവ ഉസ്താദ് പാടി പറഞ്ഞത്, ഖബറൊന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വിട്ടു നീ കരയേണ്ടതാ. മേടയ്ക്കു പകരോ മളമാ സുബ്ഹാനല്ലാഹ്
അവസാന റബീഅത്തിൽ കിടക്കേണ്ടതാ നസുമാന. ഖബറെന്ന് പറയുമ്പോ, ഖബറെന്ന് കേൾക്കുമ്പോ, ഖബറിന്റെ ഫോട്ടോ കാണുമ്പോ, ഖബറിന്റെ വീഡിയോ കാണുമ്പോ അറിയാതെ കരയണം മലബാറുകാരെ, അറിയാതെ കരയണം ഏണിയാടിക്കാരെ. എന്തെന്നറിയോ? പാമ്പുള്ള ഖബറാണ് അല്ലാ, തേളുള്ള ഖബറാണ് അല്ലാ, നെരുക്കമുള്ള ഖബറാണ് അല്ലാ, ഇടുക്കമുള്ള ഖബറാണ് അല്ലാ. നിന്റെ വാരിയെല്ലുകൾ പോലും ഖബറിന് പ്രിയമുള്ളവരെ നെരുക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ നിന്നെ അതാ ഖബറിലേക്ക് ഇറക്കി വെക്കുകയാ. പടച്ചവനെ മൂടുപലക വെക്കുകയാ, പടച്ചവനെ മണ്ണിങ്ങനെ വാരിയിടുകയാ. എല്ലാവരും അതാ പിരിഞ്ഞു പോകുകയാ, നീ അതാ കരയുകയാ. ഒന്നാമത്തെ ഊത്തതാ ഊതി കഴിയുമ്പോ ലോകമതാ അവസാനിക്കുകയാ. രണ്ടാമത്തെ ഊതൂതുമ്പോ എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരലോകത്തേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവരെ ചെമ്പിന്റെ തറയാണ് അല്ലാ. കിലോമീറ്റർ കണക്കാന ദൂരെ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, തലയുടെ തൊട്ടുമുകളിലേക്ക് കടന്നു വരികയാ. നീയതാ കരിയുകയാ, നീയതാ വിയർപ്പിൽ മുങ്ങുകയാ, നീയതാ കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയോ. സ്വർഗമാണോ നരകമാണോ, ഹൗദുൽ കൗസറാണോ, നന്മയുടെ പ്രതിഫലങ്ങളാണോ തിന്മയുടെ പ്രതിഫലമാണോ, അർശിന്റെ തണലാണോ എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് കരയുമ്പോ ദുആ ചെയ്യുമ്പോ രണ്ടുപേര് പടച്ചവന്റെ പരലോകത്ത് കടന്നു വരികയാ. എല്ലാവരും നഗ്നരായി നിൽക്കുമ്പോ രണ്ടുപേര് പടച്ചവന്റെ പരലോകത്ത് അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരികയാ. പട്ടിന്റെ വസ്ത്രമാണ് അല്ലാ, അവരുടെ തലയിലുണ്ടല്ലോ മനോഹരമാകുന്ന കിരീടമുണ്ടല്ലോ, ധരിച്ചിരിക്കുകയാ. താജുൽ വഖാർ, സൂര്യനേക്കാൾ പ്രഭയുള്ള കിരീടമാ, സൂര്യനേക്കാൾ പ്രകാശമുള്ള കിരീടമോ ഇത് ധരിച്ചുകൊണ്ട് പടച്ചവന്റെ പരലോകത്ത് രണ്ടുപേരെന്റെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ഞാനും നിങ്ങളുമുണ്ടല്ലോ അല്ലാഹുവിനോട് ചോദിക്കുകയാ, ഇതാരാണ് അല്ലാ, ഇതാരാണ് റബ്ബേ? ആ സമയത്ത് അല്ലാഹ് പറയുകയാ, മക്കളെ ഖുർആൻ പഠിപ്പിച്ചവരോ, പെൺമക്കളെ ഹാഫിളത്താക്കിയവരോ, മക്കളെ ഹാഫിളാക്കിയവരാ, ഇവർക്ക് നാളെ കിട്ടുന്ന പ്രതിഫലമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചാൽ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കാൻ കഴിയുമെന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറയാത്ത മദീനയുടെ നായകനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലും ഒരാൾ അവരുടെ മക്കളെ ഹാഫിളാക്കിയാൽ, ഖുർആൻ പഠിപ്പിച്ചാൽ, ഹാഫിളത്താക്കിയാൽ നാളെ പടച്ചവന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ അവരുടെ മാതാപിതാക്കൾ പട്ടിന്റെ വസ്ത്രം ധരിച്ച് താജുൽ വഖാർ എന്ന് പറയുന്ന കിരീടം ധരിച്ചു വരുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. എനിക്ക് ആ ഫാൻ വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരാൾ ഖുർആനിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന. ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാ. ഖുർആൻ എന്ന് പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാ. മോനെ, ഈ കൈവേദന, കാലുവേദന, ജോയിന്റുകളുടെ വേദന, മുട്ടുവേദന, ഇതിനെല്ലാം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൽ എന്തുണ്ട്? മരുന്നുണ്ട്. ഷുഗറിന് ഖുർആനിലും മരുന്നുണ്ട്, പ്രഷറിന് ഖുർആനിലും മരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ഞാൻ നിങ്ങളോട് പറയാ, ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ 20 കൊല്ലമായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല മക്കളില്ല മക്കളില്ലെന്ന് പറയുന്ന പാവങ്ങളുണ്ട്. ഞാൻ നിങ്ങളോട് പറയാ, ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടരുത്. അള്ളാഹുവിന്റെ ഖുർആനിൽ അതിനുള്ള മരുന്നുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, താനൂരുള്ളതാ, മലപ്പുറം ജില്ലയിൽ താനൂരുള്ളതാ. 9 കൊല്ലമായി കല്യാണം കേട്ട് മക്കളില്ല. 9 കൊല്ലമായി കല്യാണം കേട്ട് മക്കളില്ല. എല്ലാ പ്രാവശ്യവും അവന്റെ നാട്ടിൽ വഅലിന് ചെല്ലുമ്പോൾ പറയും, ഉസ്താദേ മക്കളില്ല ഉസ്താദേ, ദുആ ചെയ്യണം. അതാണ് മക്കളില്ല ഉസ്താദേ, ദുആ ചെയ്യണം. പടച്ച റബ്ബേ, കഴിഞ്ഞ ദിവസം ഇവന്റെ നാട്ടിൽ ഒരു വഅലിന് പോകുമ്പോ എനിക്ക് മെസ്സേജ് അയക്കുക, ഉസ്താദേ അൽഹംദുലില്ലാ
സുമ്മ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്താ ഇത്ര സന്തോഷം, എന്താ ഇത്ര സന്തോഷം? ഉസ്താദേ, എന്റെ ഭാര്യ ഉസ്താദെ ഗർഭിണിയായി ഉസ്താദെ. 9 കൊല്ലമായി കല്യാണം കഴിഞ്ഞു, 10ാമത്തെ കൊല്ലമായപ്പോ എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദെ. അങ്ങനെ സന്തോഷത്തോടെ കണ്ട് കെട്ടിപ്പിടിച്ചൊക്കെ പിരിഞ്ഞു. ഒരു 2 ആഴ്ച മുമ്പ് എന്റെ ഫോണിലേക്ക് ചങ്ങാതി വീണ്ടും മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഞാൻ ചോദിച്ചു എന്റെ ഭാര്യ പിന്നീടും ഗർഭിണിയായോ? ഞാൻ വെറുതെ തമാശക്ക് ചോദിച്ചു ഭാര്യ പിന്നീടും ഗർഭിണിയായോ? അപ്പൊ പറഞ്ഞു ഡയലോഗ് ഉണ്ട് ഉസ്താദെ, കളിയാക്കല്ലേ ഉസ്താദെ, തമാശ പറയില്ലേ ഉസ്താദെ, എനിക്കൊരു സന്തോഷ വാക്ക് പറയാനുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? ഉസ്താദെ, എന്റെ ഭാര്യ ഗർഭിണിയായി. കഴിഞ്ഞ ദിവസം ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് ഹോസ്പിറ്റലിൽ സ്കാൻ ചെയ്തപ്പോ എന്റെ ഭാര്യയ്ക്ക് വയറ്റിൽ ഇരട്ട കുട്ടികളാ ഉസ്താദെ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതാ റബ്ബ് 9 കൊല്ലമായി മക്കളെ കൊടുത്തില്ല, 10ാമത്തെ കൊല്ലമായപ്പോ മക്കളെ കൊടുത്തു. അത് ഡബിളാ കൊടുത്തേ. ഇനി ചിലപ്പോ ട്രിപ്പിളും ട്രബിളൊക്കെ വരും. അള്ളാഹു നല്ല മക്കളെ അള്ളാഹു നൽകി ഗ്രഹിക്കുമാറാവട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, നല്ല ഭാര്യമാരെ വേണ്ടവര് ഒന്ന് കൈവക്കിയപ്പാ. ആരെങ്കിലും ഉണ്ടോ? ആരില്ല, ആരുമില്ല. അള്ളാഹു, ഞാൻ കഴിഞ്ഞ ദിവസം കാസർഗോഡ് സ്ഥലമൊന്നും പറയണില്ല, ആ കാനങ്ങാട് ഭാഗത്തൊരു സ്ഥലത്ത് വഴുതിന് പോയപ്പോ ഞാൻ ചോദിച്ചു നല്ല ഭാര്യമാരെ വേണ്ടവരെ കൈവക്കാൻ. 98% കെട്ടിയവരാ പൊക്കിയത്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകട്ടെ. കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ഈ എറണാകുളത്ത് ജോലി ചെയ്യുന്ന സമയത്ത് അതൊരു ടൗൺ പള്ളിയാണ്. അപ്പോ പള്ളിയുടെ മുമ്പിൽ ഒരു കടയും സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസം രാത്രി 2 മണിയാകുമ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനെ ഇങ്ങനെ നോക്കി. എല്ലാ ദിവസവും പള്ളിയുടെ മുമ്പിൽ ഉണ്ടാവും, ഇബാദത്തൊന്നും അല്ല, പള്ളിയുടെ മുമ്പിൽ എല്ലാ കടയും അടച്ച് പള്ളിയുടെ ബാത്റൂമൊക്കെ ക്ലീൻ ആക്കി പള്ളിയുടെ ഡോറൊക്കെ അടച്ചിട്ട് രാത്രി 2 മണിക്ക് ഈ ചെറുപ്പക്കാരൻ വീട്ടിൽ പോകും. ഒരു ദിവസം ഞാൻ ഇവനോട് ചോദിച്ചു, എടാ ചങ്ങാതി, നിനക്ക് ഭാര്യയും മക്കളൊന്നും ഇല്ലേ? ഉണ്ട് ഉസ്താദെ. ഞാൻ എത്ര ഭാര്യ ഉണ്ട്? 1 ഉണ്ട് ഉസ്താദെ. എത്ര മക്കളുണ്ട്? 3 മക്കളുണ്ട് ഉസ്താദെ. ഞാൻ ചോദിച്ചു, എടാ നീ എന്താടാ വീട്ടിൽ പോകാത്ത? രാത്രി 2 മണിയായിട്ട് വീട്ടിൽ പോകാത്തന്തേ? ഭാര്യ മക്കളൊക്കെ നിന്നെ കാത്തിരിക്കില്ലേ? ഓൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് ഉസ്താദെ, പോയിട്ട് എന്തിനാ? ഞാൻ ചോദിച്ചു അതെന്തേ? ഒന്നുമില്ല ഉസ്താദെ, എന്റെ ഭാര്യ ഞാൻ കയറി ചെല്ലുമ്പോ വീടിന്റെ മുറ്റത്തുണ്ടാവും, ഓരുടെ മുഖം കണ്ട എന്റെ അടിവരലിൽ ഇങ്ങനെ പെരുത്ത് കയറും ഉസ്താദെ എന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല ഭാര്യയെ കിട്ടാൻ, നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല മക്കളെ കിട്ടാൻ ഒരു ദുആ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. ഞാൻ പറഞ്ഞു അള്ളാന്റെ ഖുർആൻ അത്ഭുതമാണ്, അള്ളാന്റെ ഖുർആൻ അത്ഭുതമാണ്. ചൊല്ലോ, ഓതുവോ? ഇൻഷാ അല്ലാഹ്. ഏതാ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ ഏണിയാടിയിൽ വിവാഹം കഴിഞ്ഞവരെന്ന് കൈപൊക്കിയപ്പ, വിവാഹം കഴിഞ്ഞവരെന്ന് കൈപൊക്കിയപ്പ 1 2 3 4 ഏകദേശം കാമുകിയുള്ളവരല്ല കേട്ടോ. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിവാഹം കഴിഞ്ഞവർക്ക് ഇവിടെ കിട്ടിയ ഭാര്യയെ തന്നെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവരെന്ന് കൈപൊക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? ഒരു വാപ്പയാണ് പഠിച്ചവൻ ആദ്യം തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഒരു അവസാനം വരെ ഇരുന്നാൽ ഒരു ചെറിയൊരു ദിക്ർ പറഞ്ഞു തരാം. ചൊല്ലോ. അവസാനം ഒരു 11 മണിയാകുമ്പോൾ ഞാൻ മറന്നാലും നിങ്ങൾ എന്നോട് ചോദിക്കണം, ഉസ്താദേ ആ പറഞ്ഞ ദിക്ർ ഏതാന്ന് ചോദിക്കണം. ഒരു 11 മണി വരെ നിങ്ങൾ ഇരുന്നാൽ ഇവിടെ കിട്ടിയ ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കിട്ടാൻ ഒരു ചെറിയൊരു 3 ദിക്ർ പറഞ്ഞു തരാം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇപ്പൊ കയ്യൊക്കെ പൊക്കും, വീട്ടിൽ പോയിട്ട് ചിലപ്പോൾ തെറ്റിച്ചായിരിക്കും ചൊല്ലണേ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു ആയത്ത്, ഒരു ദുആ, ഇതാരാണോ ചൊല്ലുന്നത് അവരുടെ കുടുംബ ജീവിതത്തിലും മക്കളിലും ഭാര്യയിലും ഭർത്താവിലും ഒക്കെ അല്ലാഹു ബറക്കത്ത് നൽകും. ചൊല്ലൂലേ? ഏതാ? അല്ലാഹുവിന്റെ പരിശുദ്ധമാകപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹ് യദാ പറയുകയാ, ഏതെന്നറിയോ 6000-ഓളം ആയത്തുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനുണ്ടല്ലോ. 25ഓളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ പറയുന്ന, ഒരുപാട് അഹ്കാമുകളുള്ള, ഒരുപാട് അഖ്ബാറുകളുള്ള അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് യദാ പറയുകയാ, എഴുതിയെടുക്കാൻ പറ്റുന്നവരതാ എഴുതിയെടുത്തുകൊള്ളുക, കാണാപ്പാഠം പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക, ചോദിച്ചു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക, ലൈവിലൂടെ കേട്ടു പഠിക്കാൻ പറ്റുന്നവര് പഠിച്ചുകൊള്ളുക. ഏതെന്നറിയോ റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ وذرياتنا قرة أعين واجعلنا للمتقين إماما. ഈ പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ പറയുന്ന ദുആ ഉണ്ടല്ലോ, ഈ പറയുന്ന സൂക്തമുണ്ടല്ലോ, ആരെങ്കിലും ഒരാൾ ഓതി കഴിഞ്ഞാൽ ദുആ ചെയ്താൽ
പടച്ചവന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില് അവന്റെ മക്കളിൽ എന്റെ പ്രിയമുള്ളവരെ അല്ലാഹു ബറക്കത്ത് തരുമെന്ന് പറയുമ്പോ നാദാ കബൂലാക്കണ അല്ലാഹ്. എല്ലാവരും ഒരു ആമീൻ പറഞ്ഞു. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, നിറഞ്ഞിരിക്കുന്ന പാപങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരു ചരിത്രത്തിലേക്ക് കടക്കുകയോ വേദനിപ്പിക്കുന്ന ചരിത്രമോ സങ്കടപ്പെടുത്തുന്ന ചരിത്രമോ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ തങ്ങളുണ്ടല്ലോ, ഒരിക്കലൊരു ഖബറിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ഉസ്മാൻ തങ്ങളതാ കരയുകയാ. സഹാബത്തതാ കടന്നു വരികയാ. കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, എന്തിനാണ് ഉസ്മാനെ കരയുന്നത്? എന്തിനാ ഉസ്മാനെ സങ്കടപ്പെടുന്നത്? എന്തിനാണ് ഉസ്മാനെ നൊമ്പരപ്പെടുന്നത്? എന്തിനാണ് ഉസ്മാനെ? ഉസ്മാനെ തങ്ങളതാ പറയുകയാ, ഖബറിലേക്ക് ഞാനതാ അടങ്ങിക്കഴിഞ്ഞാൽ, ഖബറിലേക്ക് ഞാനതാ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണല്ലോ, കൂട്ടുകാരില്ലോ, കൂടെ പറപ്പിങ്ങളില്ല. ഉസ്മാൻ തങ്ങളെ ഖലീഫയാകുമ്പോ ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ, ഉസ്മാൻ തങ്ങളെ ആക്രമിക്കാൻ ശത്രുക്കളതാ കടന്നു വരികയാ. ശത്രുക്കളതാ കടന്നു വരുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യന്റെ പ്രിയമുള്ളവര് വീടിന്റെ വാതിലുണ്ടല്ലോ അടച്ചിടുകയാ. ഉസ്മാൻ തങ്ങളെ കൊല്ലാൻ വന്ന ശത്രുക്കളുണ്ടല്ലോ വീടിന്റെ വാതിക്കൽ വന്ന് കാത്തു നിൽക്കുമ്പോ ഉസ്മാൻ തങ്ങളുടെ ഭാര്യതാ കരയുകയാ, ദുആ ചെയ്യുകയാ. അല്ലാഹ് റബ്ബാ, എന്റെ പ്രിയപ്പെട്ട പ്രിയതമനെ കാക്കണേ അല്ലോ, രക്ഷിക്കണേ അല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരയുകയാ. ഉസ്മാൻ തങ്ങൾ പതറുന്നില്ല, ഉസ്മാൻ തങ്ങൾ തളരുന്നില്ല, ഉസ്മാൻ തങ്ങൾ കരയുന്നില്ല. ഉസ്മാൻ തങ്ങള് സുന്നത്ത് നോമ്പന്റെ പ്രിയമുള്ളവരെ നോറ്റുകയാ. പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ, പടച്ചവനെ നമസ്കരിക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ലോ, വെള്ളമില്ലോ, പഴങ്ങളില്ലോ. രണ്ടാമത്തെ ദിവസം അതാ കടന്നു വരികയാ. ഉസ്മാൻ തങ്ങള് സുന്നത്ത് നോമ്പന്റെ പ്രിയമുള്ളവരെ രണ്ടാമത്തെ ദിവസമുണ്ടല്ലോ നോക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ കഴിക്കാൻ ഭക്ഷണമില്ല. മൂന്നാമത്തെ ദിവസം അതാ കടന്നു വരികയാ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പടച്ചവനെ നോമ്പെടുക്കുകയാ, പടച്ചവനെ ഇബാദത്ത് ചെയ്യുകയാ, പടച്ചവനെ നമസ്കരിക്കുകയാ. മഗ്രിബിന്റെ സമയമാകുമ്പോ നോമ്പ് തുറക്കാൻ ഭക്ഷണമില്ലോ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പടച്ചവനോട്, പടച്ചവനെ ഇഖ്ലാസോടെ ദുആ ചെയ്യുകയാ. അല്ലാഹ് പരീക്ഷിക്കല്ലേ അല്ലാഹ്, ഖലീഫയാണ് അല്ലാഹ്, നോമ്പാണ് അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ ഉസ്മാൻ തങ്ങള് കയ്യിലിരിക്കുന്ന ഖുർആനുണ്ടല്ലോ പടച്ചവനെ ഓതുകയാ. ഉസ്മാൻ തങ്ങള് തളരുന്നില്ല. ഉസ്മാൻ തങ്ങള് ഖുർആനിന്റെ പ്രിയമുള്ളവരെ കൈകളിലേക്ക് എടുക്കുകയാ. എന്നിട്ടതാ ഓതുകയാ. മനോഹരമാകുന്ന ശബ്ദത്തിന്റെ ഉടമയാണല്ലോ, മനോഹരമാകുന്ന ശൈലിയുടെ ഉടമയാണല്ലോ ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ, ഉസ്മാൻ തങ്ങളുടെ പാരായണം കേൾക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഭാര്യതാ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങളുടെ ശബ്ദത്തില്, ഉസ്മാൻ തങ്ങളുടെ ശൈലിയില് ഭാര്യതാ ലയിച്ചിരിക്കുകയാ. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ ശബ്ദമുണ്ടല്ലോ, ഉസ്മാൻ തങ്ങളുടെ ഖിറാഅത്തുണ്ടല്ലോ വീടിന്റെ പുറത്തേക്ക് എന്റെ പ്രിയമുള്ളവര് പരക്കുകയാ, ഒഴുകുകയാ. ശത്രുക്കളതാ വിറങ്ങൽ
വിളിക്കുകയാ. ഉസ്മാന് പേടിയില്ലോ, ഉസ്മാന് ഭയമില്ലോ, ഉസ്മാന് തളർച്ചയില്ലോ, ഉസ്മാനെ കൊല്ലണമല്ലോ. ഊരിപ്പിടിച്ച കടാരയതാ എടുക്കുകയാ, വീടിന്റെ വാതിലതാ പൊളിക്കുകയാ, വീടിന്റെ അകത്തേക്ക് കയറുകയാ. ഉസ്മാന് തങ്ങളുടെ നേരെയതാ കടന്നു വരികയാ, ഊരിപ്പിടിച്ച കടാര എടുക്കുകയാ. ഉസ്മാന് തങ്ങളുടെ ശരീരത്തിലേക്ക് ആര് വെട്ടുമ്പോ ഉസ്മാന് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ കരങ്ങൾ കൊണ്ട് പിടിക്കുകയാ. ശത്രുക്കളുടെ കടാരയിലേക്ക് ഉസ്മാന് തങ്ങളുടെ ഭാര്യയുണ്ടല്ലോ ഊരിപ്പിടിച്ച കടാര എടുത്തിട്ടു പടച്ചവരെ ഊരിപ്പിടിച്ച കടാരയിലേക്ക് പിടിക്കുകയാ. ഉസ്മാന് തങ്ങളുടെ ഭാര്യയുടെ കയ്യന്റെ പ്രിയമുള്ളവര് ശത്രുക്കളതാ മുറിക്കുകയാ, അറുക്കുകയാ. ഇതൊന്നും അറിയാതെ ഉസ്മാന് തങ്ങൾ ഖുർആൻ ഓതുമ്പോ ഉസ്മാന് തങ്ങളുടെ നേരെയതാ ഊരിപ്പിടിച്ച കടാര എടുത്തിട്ട് ആര് വെട്ടുകയാ, നെഞ്ചത്തേക്ക് വെട്ടുകയാ, ശരീരത്തിലേക്ക് വെട്ടുകയാ. ഊരിപ്പിടിച്ച കടാര എടുത്തിട്ട് ഉസ്മാന് തങ്ങളുടെ അടിവയറ്റിലേക്ക് കുത്തുകയാ. ചോര കടന്നു വരികയാ, നെഞ്ചിൽ നിന്ന് വരുന്ന ചോരയുണ്ടല്ലോ പടച്ചവനെ കയ്യിലിരിക്കുന്ന ഖുർആനിലേക്ക് വീഴുകയാ. ഇസ്ലാമിന്റെ ധീര പോരാളിയോ, ഇസ്ലാമിന്റെ ധീര പോരാളിയാ സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. ഒരു പർവ്വതം ഇങ്ങനെ തകർന്ന് വീഴുന്നത് പോലെ, ഒരു മല ഇങ്ങനെ തകർന്ന് വീഴുന്നത് പോലെ താഴത്തേക്കതാ പതിക്കുകയാ. എന്നിട്ടതാ പുഞ്ചിരിക്കുകയാ, എന്നിട്ടതാ പറയുകയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പോയെന്ന് ചരിത്രമതാ പറയുമ്പോ എന്തുകൊണ്ടാ ഉസ്മാന് തങ്ങള് ഖുർആനിനെ പ്രണയിച്ചവരാ, ഉമർ തങ്ങള് ഖുർആനിനെ പ്രണയിച്ചവരാ, അബൂബക്കർ തങ്ങള് ഖുർആനിനെ പ്രണയിച്ചവരാ, അലിയാർ തങ്ങള് ഖുർആനിനെ പ്രണയിച്ചവരാ. ജീവിതത്തില് ഒരിക്കലും പോലും കളവ് പറയാത്ത അല്ലാഹുവിന്റെ റസൂലേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖുർആനിനെ ആദരിച്ചവരാ, ഖുർആനുണ്ടല്ലോ ഓതിയവരാ, ബഹുമാനിച്ചവരാ. അതുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആയിരങ്ങളോട് പറയുകയാ ഉസ്താദേ ഇനി ഒരു മാറ്റം വേണം ഉസ്താദേ. ഒരു ദിവസം പോലും ഖുർആൻ ഓതാതെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കടന്നു പോകൂല, ഒരു ദിവസം പോലും കടന്നു പോകൂല. ഒരു പേജ് പോലും ഓതാതെ ഒരു ജീവിതമുണ്ടല്ലോ എന്റെ ജീവിതത്തിൽ നിന്ന് കടന്നു പോകൂല, ഒരായുസ് പോലും കടന്നു പോകൂല. റജബ് കടന്നു വന്നല്ലോ, ശഅബാന് കടന്നു വരാൻ പോകുകയാ, റമളാന് കടന്നു വരാൻ പോകുകയാ. ഒരു മാറ്റമുണ്ടല്ലോ ഇന്നത്തെ സദസ്സിൽ വെച്ച് തീരുമാനമെടുത്തു. അതുകൊണ്ട് പറയുകയാ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ മരിക്കുമ്പോ ഈമാനോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുമെന്ന് ഹബീബുനോ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ തങ്ങൾ ഖുർആൻ ഓതി ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയെന്ന് ചരിത്രം പറയുമ്പോ അല്ലാഹുവേ ആ ഖുർആനിനെ സ്നേഹിച്ച് ആദരിച്ച് ബഹുമാനിച്ച് ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നിന്ന് വിട പറയാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം തരണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. അതാ പറയണേ നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ പൊടിയുള്ളത് ഇവിടെ അല്ലേ, ഈ അഴുക്ക് നമ്മുടെ പള്ളിയിൽ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന ഇവിടെ. നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ പള്ളിയിൽ ചെന്നിട്ട് നിങ്ങളുടെ ഹത്തീബ് ഉസ്താദിന്റെ റൂമിൽ ഒന്ന് കയറി നോക്കണം, പൊടി ഉണ്ടാകൂല. നിങ്ങൾ നിസ്കരിക്കുന്ന മുസല്ലി എന്ന് നോക്കണം, പൊടി ഉണ്ടാകൂല. ഫാനുമേ നോക്കണം, പൊടി ഉണ്ടാകൂല. ഖുർആൻ ഇരിക്കുന്ന ഷെൽഫിൽ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ തുടച്ചു നോക്കണം, റബ്ബേ നമ്മുടെ കൈ മുഴുവനും പൊടി കൊണ്ട് നിറയും. കാരണം എന്തേ, കഴിഞ്ഞ റമളാനിൽ നമ്മൾ എടുത്തതാ ഖുർആൻ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ചില ചെറുപ്പക്കാർക്ക് ഒരു നെയ്യത്തുണ്ട് ഉസ്താദേ, റമളാനല്ലേ ഖുർആനൊക്കെ ഓതണം, ഒരു ദിവസം ഒരു ജുസ് ഉസ്താദേ, അതിൽ കൂടുതൽ ഓതൂല. എന്നെ കൊന്നാലും ഞാൻ അനങ്ങൂല ഉസ്താദേ, ഒരു ജുസുവിന്റെ മേളിൽ ഒരു തരി ഞാൻ ഓതൂല ഉസ്താദേ എന്ന് നെയ്യത്ത് വെക്കണ ചില ചെറുപ്പക്കാരുണ്ട്. പാടില്ല. 1 2 3 4 5 10 എത്ര ജുസ് നിനക്ക് ഒരു ദിവസം ഓതാൻ കഴിയുന്നുണ്ടോ അത്ര
അത്രത്തോളം നമ്മൾ എന്റെ പ്രിയപ്പെട്ടവർ ഓതാൻ കഴിയണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതാ പറയണേ, ഖുർആൻ ഓതുന്നവരാരാ, അത് സ്വീകരിക്കുന്നവരാരാ, അത് ബഹുമാനിക്കുന്നവരാരാ, ഈ ഖുർആൻ പഠിച്ച പണ്ഡിതന്മാരെ സ്നേഹിക്കുന്നവരാരാ, ഇൽമിന്റെ അഹ്ലുകാരെ സ്നേഹിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാര് നമ്മൾ നോക്കുമ്പോൾ ഓരെന്തൊരു പൊറോട്ട കെട്ടി ഇങ്ങനെ കെട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കണേ. അല്ല, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത മഹത്തമാ. അവര് പഠിച്ചത് ഖുർആനാ, അവര് പഠിച്ചത് ഇൽമാ, അവര് പഠിച്ചത് അല്ലാഹുവിന്റെ ദീനാ. അവരെ സഹായിക്കുന്നവരാരാ, അവരെ ബഹുമാനിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിപ്പോ ഇന്ന് കാസർഗോഡ് ഒരു പള്ളിയിൽ ജുമാക്ക് പോയി. ഇന്ന് ഞാൻ പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല. കാസർഗോഡ് ഒരു പള്ളിയിൽ ഞാൻ ജുമാക്ക് പോയി. അപ്പൊ നിങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാകും. ഒരു ഉസ്താദ് ഒരു നിക്കാഹ് നടത്താൻ വേണ്ടി സ്റ്റേജിലോട്ട് ഇങ്ങനെ വരുന്നു. സ്റ്റേജിലോട്ട് വരുന്ന സമയത്ത് ആ സ്റ്റേജിന്റെ മുമ്പിൽ മുഴുവനും പെണ്ണുങ്ങളായിരിക്കണം. ആ സ്റ്റേജിന്റെ മുമ്പിൽ മുഴുവനും പെണ്ണുങ്ങളായിരിക്കണം. അപ്പൊ ഉസ്താദ് സ്വാഭാവികമായിട്ട് മൈക്ക് എടുത്തിട്ട് പറഞ്ഞു, ഇവിടെ പെണ്ണുങ്ങൾ ഇരിക്കാൻ പാടില്ല, നിക്കാഹിന്റെ സദസ്സാണ്, അപ്പുറത്തേക്ക് പോകാൻ പറഞ്ഞു. അത് ആ പെണ്ണിന്റെയോ ചെറുക്കന്റെയോ വീട്ടുകാരുടെ കുടുംബക്കാർക്ക് ആർക്കോ പറ്റിയില്ല. അവർ ഉസ്താദിനോട് എതിർത്തു പറയുന്നുണ്ട്. ഉസ്താദ് പറയുന്നുണ്ട്, പെണ്ണുങ്ങൾ പോകാതെ ഒരിക്കലും ഞാൻ നിക്കാഹ് ചെയ്ത് തരില്ലെന്നൊക്കെ ഉസ്താദ് പറയുന്നുണ്ട്. അവസാനം എന്തോ പെണ്ണുങ്ങളൊക്കെ മാറിയിട്ടാന്ന് തോന്നുന്നു ഉസ്താദ് എന്ത് ചെയ്തത്, നിക്കാഹ് ചെയ്ത് കൊടുത്തത്. എന്റെ എന്തോ കഷ്ടകാലത്തിന് ഞാൻ ഇന്ന് ജുമാക്ക് പോയത് ആ ഉസ്താദ് ജോലി ചെയ്യുന്ന പള്ളിയിൽ ഞാൻ പോയത്. ആ ഉസ്താദ് ജോലി ചെയ്ത പള്ളിയിലാണ് ഞാൻ പോയത്. സ്വാഭാവികമായിട്ട് ഞാൻ അവിടെ കഴിഞ്ഞൊരു 2 മാസം കൂടെ വയലിനും പോയത്. അല്ലാഹുവേ, ഞാൻ അവിടെ ഇങ്ങനെ ജുമാ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് അവിടുത്തെ പള്ളിയുടെ ഔദ്യോഗികമായിട്ടിരിക്കണ സ്ഥാനത്തിരിക്കണ ഒരു ചങ്ങാതി എണ്ണീച്ചെന്നിട്ട് പറഞ്ഞു, ആ വീട്ടുകാര് എന്ത് ചെയ്യണം, മാപ്പ് ചോദിക്കണം, ഖത്തീബിനോട് മാപ്പ് ചോദിക്കണം. കാരണം എന്തേ, അവര് വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കണേ. ഉസ്താദിനെതിരെ വനിതാ കമ്മീഷനിൽ കേസ് കൊടുക്കുന്ന പറഞ്ഞിരിക്കണേ. എന്തിന്? അവരുടെ നിക്കാഹിന്റെ സദസ്സിൽ പെണ്ണുങ്ങൾ കടന്നു വന്നപ്പോ പെണ്ണുങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ, വനിതാ കമ്മീഷനിൽ പെണ്ണുങ്ങളെ അപമാനിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആര് തീരുമാനിക്കാണ്, അവിടുത്തെ ആ വീട്ടുകാരെ തീരുമാനിക്കാം. സ്വാഭാവികമായിട്ട് പള്ളി കമ്മിറ്റി ഒരു തീരുമാനം എടുത്തു. എന്ത് ചെയ്യണം, അവര് ഖത്തീബിനോട് മാപ്പ് പറയണം. അവര് ഖത്തീബിനോട് മാപ്പ് പറയണം. ഈ ഒരു വാക്ക് അവിടെ പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ബഹളമായി. ഉസ്താദിന്റെ വാപ്പാക്ക് വിളിക്കണം, കമ്മറ്റിക്കാരെ വലിയപ്പാക്ക് വിളിക്കണം, അടിയും പിടിയും ബഹളം ഒക്കെ ആ പള്ളിക്കകത്ത് നടത്തുക. അല്ലേ? ഞാൻ പറയണത്, ആ ഉസ്താദിനെതിരെ വനിതാ കമ്മീഷന് കേസ് കൊടുക്കാനുള്ള കാരണം എന്തേ? ഉസ്താദ് ദീൻ പറഞ്ഞു. ഉസ്താദ് ദീൻ പറഞ്ഞു. ഞാൻ എന്നും ഉസ്താദിന്റെ കൂടെ, ആ നാട്ടുകാരും ആ ഉസ്താദിന്റെ കൂടെ, അവിടുത്തെ കമ്മറ്റിക്കാരും ആ ഉസ്താദിന്റെ കൂടെ. കാരണം എന്താ? ഉസ്താദ് ദീനാ പറഞ്ഞേ. അല്ലേ? സ്വാഭാവികമായിട്ടും നിക്കാഹിന്റെ സദസ്സില് എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണുങ്ങൾ വരരുത്, ആണും പെണ്ണും കലർന്നിരിക്കാൻ എന്ത് പാടില്ല. അല്ലെ? ഇപ്പൊ എത്ര വലിയ പൈസക്കാരന്റെ കല്യാണമാണെങ്കിലും കല്യാണം നടത്തുമ്പോൾ ഭക്ഷണം കൊടുക്കുമ്പോ 2 ആയിട്ട് കൊടുക്കണം. പെണ്ണിന് വേറെ, ആണിന് വേറെ. അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഹറാമാകുന്ന ഒരു രംഗം കടന്നു വരാൻ പാടില്ല. അല്ലെ? അന്യപുരുഷൻ സ്ത്രീകൾ എന്ത് ചെയ്യാൻ പാടില്ല, കാണാൻ പാടില്ല. ആ ഒരു അർത്ഥത്തിലാണ് ഉസ്താദ് എന്ത് പറഞ്ഞേ, പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം, മാറി നിൽക്കണം. മാറി നിന്നില്ല. പക്ഷേ അതിനെതിരെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ വീട്ടുകാർ കേസ് കൊടുക്കാനും അതും ഇതൊക്കെ കൊടുക്കാൻ പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്തിന്? ഉസ്താദ് ദീൻ പറഞ്ഞതിന്. അല്ലാഹുവേ, ദീൻ അല്ലാഹു മരിക്കുന്നത് വരെ മുറുകെ പിടിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്ത് പറയാൻ അലിമീങ്ങൾക്കെല്ലാം സൗഭാഗ്യം കൊടുക്കണേ അല്ലാ. പക്ഷെ എനിക്ക് ഒരു സന്തോഷം തോന്നിയത് വേറൊന്നുമില്ല. അവരവിടെ കിടന്ന് ഇത്രയും ബഹളം ഉണ്ടാക്കിയിട്ടും ഉസ്താദിന് ഒരു കൂസലില്ല. ഉസ്താദ് അവിടെ അൽഫാത്തിഹ വിളിക്കുന്നു, ദുആ ചെയ്യുന്നു, ഉസ്താദ് റൂമിൽ കയറി പോകും. അതാ പണ്ഡിതരെന്ന് പറയണം. അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അല്ലേ? ചില സ്ഥലത്തേക്ക് കമ്മിറ്റിയുടെ മുമ്പിൽ ഇങ്ങനെ ഓശാനിച്ച് നിൽക്കുന്ന ചില പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല. ഒരു പള്ളിയിൽ ഏറ്റവും വലുത് സെക്രട്ടറി അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. അത് ഇവിടുത്തെ കാര്യമല്ല കേട്ടോ പറയണം. എന്റെ ആലപ്പുഴയിലാണെങ്കിലും എന്റെ നാട് പുന്നപ്ര പള്ളിയിലും മഹലിലാണെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നത് ആരാ? അവിടുത്തെ ഖത്തീബ. അത് കഴിഞ്ഞിട്ടുള്ള സെക്രട്ടറി, സെക്യൂരിറ്റിയും പ്രസിഡന്റ് ഒക്കെ അല്ലാഹു ഈമാൻ നൽകട്ടെ. കാരണം എന്തേ, ദീൻ പറയേണ്ടതാരാ? ഉസ്താദാ. ദീൻ പറയേണ്ടതാരാ? ഉസ്താദാ. അത് ചെയ്ത് കൊടുക്കേണ്ട കടമ ആർക്കാ? പള്ളി പരിപാലകർക്ക്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലേ? ഇപ്പോ ഉസ്താദന്മാർക്ക് കുട്ടികളെ ഒന്ന് പഠിക്കാൻ വേണ്ടി ഒന്ന് ശകാരിക്കാൻ പാടില്ല. അല്ലേ? ഇപ്പൊ നമ്മുടെ ഖത്തീബ് ഉസ്താദ് ഏതെങ്കിലും ഒരു കുട്ടി പഠിക്കണില്ല, ഒന്ന് ചെറുതായിട്ടൊരു സ്കെയിൽ കൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി, അല്ലാഹുവേ, കുട്ടി എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് പറയാ, ഉസ്താദ് എന്നെ മാന്തി, ഉസ്താദ് എന്നെ തോണ്ടി, ഉസ്താദ് എന്നെ അവിടെ പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഉസ്താദിനെ പറ്റി പരാതി പറയും. നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്താൽ പോസ്കോ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പോക്സോയുടെ നിയമം ഇപ്പൊ അങ്ങനെ.
പോക്സോ എന്ന് പറയുന്ന നിയമം ഇപ്പൊ എങ്ങനെ ഒരു ഉസ്താദ് ഏതെങ്കിലും ഒരു കുട്ടി ഉപദ്രവിച്ചെന്ന് പറഞ്ഞാൽ വടി കൊണ്ട് അടിച്ചാൽ തന്നെ പോക്സോ കേസാ. വടി കൊണ്ട് അടിച്ചാൽ തന്നെ പോക്സോ കേസാ. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു ചങ്ങാതിക്ക് ഉസ്താദിനോട് വൈരാഗ്യമുണ്ട്, ഒരു തീർക്കണ പ്രതികാരം അങ്ങനെ പോക്സോയിലൂടെ. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. എത്രയോ ഉസ്താദന്മാരുടെ പച്ച ഇറച്ചി പോക്സോയിലൂടെ, കള്ളക്കേസിലൂടെ, ഉള്ളതാണെങ്കിൽ കേസ് കൊടുക്കണപ്പ, അങ്ങനെ ചെയ്യണവന്മാരെ പള്ളിയിൽ നിന്ന് അടിച്ചു പുറത്താക്കണം. പക്ഷേ അതൊന്നും ചെയ്യാതെ ദീനന്റെ പ്രിയപ്പെട്ടവരെ മുറുകെ പിടിച്ച് ജീവിക്കണ പണ്ഡിതന്മാര്, കുട്ടികൾ പഠിക്കാൻ വേണ്ടി ശകാരിച്ച പണ്ഡിതനെ പോക്സോ കേസിൽ അകത്താക്കണ ചില വാപ്പന്മാരുണ്ട്. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്തിൽ നിന്ന് നന്നാക്കണേ റബ്ബേ, ഞങ്ങളുടെ ആക്കിബത്തിൽ നിന്ന് നന്നാക്കണേ റബ്ബേ. ഞാൻ വെറുതെ പറഞ്ഞല്ല, പോക്സോക്ക് കേസ് കൊടുത്താൽ ആദ്യമേ അറസ്റ്റ്, പിന്നാണ് അന്വേഷണം. അല്ലെ ഉസ്താദ്മാർ? അങ്ങനെ ആദ്യമേ അറസ്റ്റ്, പിന്നാണ് അന്വേഷണം. അറസ്റ്റ് ചെയ്യും, അന്വേഷിച്ച് കഴിയുമ്പോൾ അറിയണം ഉസ്താദ് പാവപ്പെട്ടവനെ, ഉസ്താദ് അതിൽ നിരപരാധിയാ. 60 ദിവസം മോൻ അതിന്റെ അകത്ത് കിടന്ന് അനുഭവിക്കുന്ന വേദന വലുതാ. എന്നോടൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദേ എന്റെ ഒരു കൂട്ടുകാരൻ തന്നെയാ, 3 മാസമായിട്ട് ഇവന്റെ ഒരു അറിവില്ല, 3 മാസമായിട്ട് ഒരു അറിവില്ല. ഒരു 4ാമത്തെ മാസമായപ്പോ ഇവൻ എനിക്കൊരു മെസ്സേജ് അയച്ചു, ഉസ്താദെ സുഖമല്ലേ? ഞാൻ സുഖമാണ്. നിന്നെ എന്താ കാണുന്നില്ലല്ലോ? ഉസ്താദെ ഞാൻ ജയിലിലായിരുന്നു ഉസ്താദെ. എന്താ പറഞ്ഞേ? ഞാൻ ജയിലിലായിരുന്നു ഉസ്താദെ. ഞാൻ ചോദിച്ചു, അതെന്താ നീ ജയിലില്? ഒന്നുമില്ല ഉസ്താദെ, എനിക്കൊരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു ഉസ്താദെ, എനിക്ക് ഒരു പെൺകുട്ടിയായിട്ട് പ്രേമുണ്ടായിരുന്നു. ഞാൻ ചെന്നിട്ട് ആ പെൺകുട്ടിയുടെ വീട്ടുകാർ സമ്മതിച്ചെന്നില്ല. ഓൾക്ക് 17.5 വയസ്സേ ഉള്ളൂ ഉസ്താദെ. ഓളുടെ വീട്ടുകാർ എനിക്കെതിരെ പോക്സോ കേസ് കൊടുത്തു ഉസ്താദെ. എന്നെ അറസ്റ്റ് ചെയ്തു, എന്നെ ജയിലിൽ കൊണ്ടിട്ടു. ഞാൻ ചോദിച്ചു, നിന്നെ പോലീസുകാർ അടിച്ചോ? നിന്നെ പോലീസുകാർ ഇടിച്ചോ? ഉസ്താദെ എന്നെ പോലീസുകാർ നോവിച്ചിട്ട് പോലും ഇല്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു, നിന്നെ വേറെ ആരാ അടിച്ചത്? ആ ജയിലിൽ തടവറയിലുള്ള വേറെ ആളുകള് എന്നെ ഇടിച്ചു ഉസ്താദെ, എന്റെ അവിടെ ഇടിച്ചു ഉസ്താദെ, എന്നെ ഇവിടെ ഇടിച്ചു ഉസ്താദെ എന്നൊരു സാധുവായ സഹോദരൻ പറയുമ്പോ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ പ്രേമിച്ചു ഉസ്താദെ, ഞാൻ തെറ്റുകാരനെ സമ്മതിച്ചു. പക്ഷേ പോക്സോ കേസിൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ പോലീസുകാരെ തല്ലില്ല, പക്ഷേ ജയിലിന്റെ അകത്തുള്ള പുണ്യാളന്മാരെ നമ്മളെന്ത് ചെയ്യും? തല്ലും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ അതിന്റെ അകത്ത് കിടക്കുന്നവരൊക്കെ പിന്നെ ഹജ്ജ് ചെയ്തിട്ടാണല്ലോ അകത്ത് പോയിരിക്കണം. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ആരെങ്കിലും ഒരാൾ ഖുർആൻ ഓതിയാൽ അവര് മരിക്കുമ്പോ എങ്ങനെ മരിക്കും? ഈമാനോടെ മരിക്കും. അപ്പൊ ഇന്നത്തെ ദിവസം നമ്മൾ ഒരു തീരുമാനം എടുക്കണം ഉസ്താദെ, ഒരായത്തെങ്കിലും ഓതാതെ ഞാൻ ഉറങ്ങൂല എന്ന് എന്ത് ചെയ്യണം? നമ്മൾ തീരുമാനം എടുക്കണം. ഞാൻ ചോദിക്കട്ടെ, ഈ കൈവേദന, കാലുവേദന, മുട്ടുവേദന ഉള്ളവര് ഖുർആൻ ഏതായത്തോ ഓതണ്ടേ മാറാൻ? അല്ല, ഇപ്പൊ നമ്മുടെ പള്ളിയിൽ ഉണ്ടാകും കസേര ഇട്ട് നിസ്കരിക്കണ ചില ചങ്ങാതിമാരുണ്ടാവും, ഉണ്ടാകൂലേ? ഉണ്ടാകും. അതിൽ തന്നെ ഒറിജിനൽ ഉണ്ടാകും, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. 916 ഉണ്ടാകും, 786 ഉണ്ടാകും, 513 ഉണ്ടാകും. എന്തിനും ഏതിനും ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകും. ഈ റമദാൻ ആകുമ്പോ റമദാനിന്റെ പെറ ഇങ്ങോട്ട് കണ്ടു കഴിയുമ്പോ നമ്മുടെ ഹത്തീബ് ഉസ്താദിന് ചില ഫോൺ വരും, ഉസ്താദേ പെറ കണ്ടു ഉസ്താദേ, കാലിൽ ചെറിയൊരു കുഴിക കൊണ്ട് ഉസ്താദേ, ഞാൻ വീട്ടിൽ നിന്ന് കസേരയായിട്ട് വന്നോട്ടെ ഉസ്താദേ. കാരണം എന്തെന്നറിയോ? നമ്മുടെ പള്ളിയിൽ മുഴുവൻ കസേര ഫില്ലാണ്, ബുക്കാണ്, റിസർവ്ഡ് ആണ് ഉസ്താദേ. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കറങ്ങുന്ന കസേരയായിട്ട് നിസ്കരിക്കാൻ വന്ന കുഴപ്പമുണ്ട് ഉസ്താദേ, ഇരുന്ന് നിസ്കരിച്ചിട്ട് ഉസ്താദ് അതിന് വല്ല മസാല ഉണ്ട് ഉസ്താദേ എന്ന് ചോദിക്കണ ചില ചങ്ങാതിമാരുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇരുന്ന് നിസ്കരിക്കുന്നവരുടെ മുമ്പിൽ അത് ഞാൻ പറയാ, ഇരുന്ന് നിസ്കരിക്കണം, ഒറിജിനൽ ആയിട്ട് നിസ്കരിക്കണം, കാലി കമ്പിട്ടിട്ടുണ്ടാകും, മടങ്ങൂര. ഒരു ചിലപ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നുണ്ടാവും, കാലിൽ ചെറിയൊരു കൊതുക് അടിച്ചു, ആമിനത്താക്ക് കുനിയാൻ വയ്യ, ഉസ്താദിനെ വിളിച്ചിട്ട് ചോദിക്കും, ഉസ്താദേ ചെറിയൊരു കുരു വന്നു ഉസ്താദെ മുട്ടില്, ഞാൻ ഇരുന്ന് നിസ്കരിച്ചോട്ടെ ഉസ്താദ് എന്ന് ചോദിക്കണം ചില താത്താമാരുണ്ട്. ആ താത്താന്റെ മുമ്പില് ഒരു പവന്റെ സ്വർണ്ണ മോതിരം ഊരിയിട്ട് കൊടുത്ത താത്ത കുനിഞ്ഞെടുക്കൂലേ? എടുക്കും. നിസ്കരിക്കാൻ ഇരുന്ന് നിസ്കരിക്കണ ചില ഉടായ്പ ചങ്ങാതിമാരുണ്ട്, ഒറിജിനൽ അല്ല, ഉടായ്പ ചങ്ങാതിമാര്. ഓന്റെ മുമ്പില് ഒരു 2000-ന്റെ ഒരു കെട്ടിട്ട് കൊടുത്താൽ ഓൻ എടുക്കൂലേ? കുനിഞ്ഞും മടക്കി നക്കി എടുത്തോണ്ട് പോകും. പക്ഷേ നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അള്ളാഹു ഈമാൻ നൽകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറയാ, മുട്ടുവേദന, കൈവേദന, ജോയിന്റുകളുടെ വേദനയുള്ളവര് ഏത് സൂറത്തോതന്റെ? സൂറത്തുൽ ളുഹാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഈ സൂറത്ത് മുഴുവനായിട്ടും ആരെങ്കിലും ഒരാൾ കയ്യിലൊന്ന് ഓതി ഇഷ്ഫി എന്ന് പറഞ്ഞ് ഇങ്ങനെ മന്ത്രിച്ചിട്ട് മുട്ടിലും കയ്യിലും കാലിലും ഒക്കെ ഊതിക്കഴിഞ്ഞാൽ എന്നുണ്ടാകും? രോഗത്തിന് ശമനം ഉണ്ടാകും, അല്ലേ? അപ്പൊ ഇൻഷാ അല്ലാഹ് ഇപ്പൊ നമ്മുടെ താത്തമാരൊക്കെ സ്വന്തമായിട്ട് ഊതുന്നവരാ. കാരണം എന്താ? രാവിലെ തുടങ്ങും ആ മജ്ലിസ്, ഈ മജ്ലിസ്, മറ്റേ മജ്ലിസ്. സ്വന്തം ഭർത്താവ് ജോലി കഴിഞ്ഞ് വന്ന് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ച എടുത്തു കൊടുക്കാൻ നമ്മുടെ ഭാര്യമാർക്ക് സമയമില്ല. കാരണം എന്തേ? ഇന്നത്തെ ഭാര്യമാര് സീരിയലിന് അടിമയല്ല, ഓരോ ദിക്ർ ദുആ മജ്ലിസിന്റെ അടിമയാ. എന്തും അമിതമായാൽ അത് ആപത്ത് തന്നെ. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബിസിനസ്സിൽ ബർക്കത്ത് വേണം. ഏത് സൂറത്തോതന്റെ? ബിസിനസ്സിൽ ബർക്കത്ത് കിട്ടാൻ ഏത് സൂറത്തോതന്റെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഅശാഹാ
ഈ സൂറത്ത് മുഴുവനായിട്ടും ഒരാൾ ഓതിയിട്ട് ഇൻഷാ അല്ലാഹ് കച്ചവടത്തിലേക്ക് ഇറങ്ങിയാൽ എന്തുണ്ടാകും? അവന്റെ ജോലിയിൽ, ബിസിനസ്സിൽ അള്ളാഹു ബർക്കത്ത് തരും. അതാ പറയണേ, ഖുർആനിനെ അങ്ങോട്ട് എത്രത്തോളം സ്നേഹിക്കുന്നുണ്ടോ ഖുർആൻ നമ്മൾ തിരിച്ച് അത്രത്തോളം സ്നേഹിക്കുമെന്ന അള്ളാഹുവേ. അപ്പൊ ഒന്ന്, ആ ഖുർആൻ ഓതുന്നവരാരാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അപ്പൊ ഓതൂലേ? ഒരു ദിവസം ഒരു ആയത്തെങ്കിലും ഓതൂലേ ഇൻഷാ അല്ലാഹ്? രണ്ട് ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങളതാ പറയുകയാ, സഹാബാ മരിക്കുമ്പോ ഈമാനോടെ മരിക്കണോ, ഇഖ്ലാസോടെ മരിക്കണോ, ഇസ്സത്തോടെ മരിക്കണോ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുകയാ, ഹയ്യ അലസ് സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് പള്ളിയിലേക്ക് കടന്നു വരുന്നവരാരാ? ഇഖ്ലാസോടെ നമസ്കരിക്കുന്നവരാരാ? പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാരാ? അല്ലാഹുവിന്റെ പ്രീതി ലഭിക്കാൻ നമസ്കരിക്കുന്നവരാരാ? അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇഖ്ലാസോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. അതുകൊണ്ട് നമസ്കരിച്ചാൽ പോരാ, പള്ളിയിലേക്ക് പോയാൽ പോരാ, പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതികരകരമാക്കാൻ ആരെങ്കിലും ഒരാൾ ഇബാദത്ത് ചെയ്താൽ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്നതാ, ഇസ്സത്തോടെ മരിക്കുന്നതാ. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാ, ഫവൈലുൽ ലിൽ മുസല്ലീൻ നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമാ. നമസ്കരിക്കുന്നവർക്ക് തീജ്വാലയുള്ള വൈലെന്ന് പറയുന്ന നരകമോ, നമസ്കരിക്കുന്നവർക്ക് അദാബുള്ള തീജ്വാലയുള്ള നരകമാ. സഹാബത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാ, എന്തിനാണ് നബിയേ, എന്തിനാണ് റസൂലേ നമസ്കരിക്കുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമെന്തിനാ? ഇബാദത്ത് ചെയ്യുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമെന്തിനാ? സുജൂദ് ചെയ്യുന്നവർക്ക് വൈലെന്ന് പറയുന്ന നരകമെന്തിനാ? പടച്ചവന്റെ മുമ്പില്, അല്ലാഹുവിന്റെ മുമ്പില് സുജൂദ് ചെയ്യുന്നവന് വൈലെന്ന് പറയുന്ന നരകമുണ്ടല്ലോ, എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ജീവിതത്തില് ഇന്ന് വരെ ഒരു കള്ളം പോലും പറയാതോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുകയോ, ആരെങ്കിലും ഒരാൾ പടച്ചവനെ പേടിയില്ലാതെ നമസ്കരിച്ചാൽ, കാമുകി കാണാൻ നമസ്കരിച്ചാൽ, കാമുകൻ കാണാൻ നമസ്കരിച്ചാൽ, ഭർത്താവ് കാണാൻ നമസ്കരിച്ചാൽ, ഖതീബ് കാണാൻ നമസ്കരിച്ചാൽ, മക്കള് കാണാൻ നമസ്കരിച്ചാൽ, അമ്മോശൻ കാണാൻ നമസ്കരിച്ചാൽ, ഭാര്യയുടെ മാതാവ് കാണാൻ നമസ്കരിച്ചാൽ, പള്ളിയുടെ പരിപാലകര് കാണാൻ നമസ്കരിച്ചാൽ, വൈലെന്ന് പറയുന്ന നരകമുണ്ടെന്ന് പറയുമ്പോ നിറഞ്ഞിരിക്കുന്നവരെ, അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് ആരെങ്കിലും ഒരാൾ അൽഹംദുലില്ലാഹ് ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിയുണ്ടല്ലോ കരഗതമാക്കാൻ ആരെങ്കിലും ഒരാൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ അവരാണ് മോനെ മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് പറയുമ്പോ, അല്ലാഹുവേ അതിനുള്ള സൗഭാഗ്യങ്ങള് തരണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ആരെങ്കിലും ഒരാൾ പടച്ചവന്റെ പള്ളിയിലേക്ക് കടന്നു ചെന്നിട്ട് ഇഖ്ലാസോടെ, അദബോടെ പടച്ചവനെ പേടിച്ചുകൊണ്ട് നമസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന്. അല്ലേ? നമ്മുടെ പള്ളിയിലുണ്ട് ചില ചങ്ങാതിമാര്, ഖതീബ് കാണട്ടെ, ഈ ചങ്ങാതി കുറെ അല്ല ജുമാക്ക് മുമ്പ് കിടന്ന് പ്രസംഗിക്കണ്, ജുമാക്ക് ശേഷം പ്രസംഗിക്കണ്, പള്ളിയിൽ കയറും, പള്ളിയിൽ കയറും, ഇങ്ങനെ ആട്ടി ഞങ്ങൾ വിളിക്കണുണ്ടല്ലോ. ഇനിയും നന്നായില്ലെങ്കിൽ ചിലപ്പോൾ ഉസ്താദിന്റെ ജോലി സാധ്യതയുണ്ട്, ഞങ്ങൾ നന്നായില്ലെന്റെ പേരില്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസം മുതൽ ഞങ്ങൾ നിസ്കരിക്കാം, ഖതീബ് കാണട്ടെ എന്നുള്ള നെയ്യത്താണെങ്കിൽ എഴുതി വെച്ചോ, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട, നിന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. ചില ചങ്ങാതിമാരുണ്ട് പള്ളിയിൽ വന്നിട്ട് ക്ലോക്ക് നോക്കി നിസ്കരിക്കാൻ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ.
നൽകട്ടെ. എങ്ങനെ നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് അല്ലാഹുവേ കൈകെട്ടും. ഉസ്താദ് ഫാത്തിഹ ഓതുമ്പോൾ ഈ ചങ്ങാതി ഇങ്ങനെ ക്ലോക്ക് നോക്കുക, വാച്ച് നോക്കുക. നിർത്തിയാൽ മതിയായിരുന്നു. ഉസ്താദ് എന്താ ആമീൻ പറയാത്തെ, ഉസ്താദ് എന്താ തീർക്കാത്തെ എന്ന് പറഞ്ഞ് ഇങ്ങനെ ക്ലോക്ക് നോക്കി നിസ്കരിക്കണ ചില ചങ്ങാതിമാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയാ പാടില്ല. അതോടെ തഖ്വയോടെ ഈമാനോടെ പടച്ചവന്റെ പ്രീതി കരഗതമാക്കാൻ നമസ്കരിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എത്ര പേരുണ്ട് പള്ളിയിൽ പോയാൽ വെള്ള വസ്ത്രം ധരിക്കണം? പള്ളിയിൽ പോയാല് വെള്ള വസ്ത്രം ധരിക്കണം എത്ര പേരുണ്ട്? ആരുമില്ല. കൂടിപ്പോയാൽ കുറച്ച് ഹാജിയാക്കന്മാരുണ്ടാകും, കുറച്ച് പ്രായമുള്ളവരുണ്ടാകും. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഈ വേൾഡ് കപ്പ് നടന്ന സമയത്ത്, വേൾഡ് കപ്പിന്റെ അന്നത്തെ ദിവസം ഞാൻ എന്ത് ചെയ്തു, ഈ കൊയിലാണ്ടി ഭാഗത്ത് ഒരു സ്ഥലത്ത് വാതിന് പോയി. കൊയിലാണ്ടി ഭാഗത്ത് ഒരു സ്ഥലത്ത് വാതിന് പോയി. വാതിന് പോകുമ്പോ തിരൂര് ഭാഗത്ത് ഒരു പള്ളിയിൽ ഞാൻ നിസ്കരിക്കാൻ കയറിയ സമയത്ത് റബ്ബേ, ഒരു 3 ചെറുപ്പക്കാര് 3 ടീഷർട്ട് ഇട്ടിട്ട് നിസ്കരിക്കാൻ നിൽക്കാരപ്പ. എംബാപ്പെ, മെസ്സി, റൊണാൾഡോ. ഈ 3 പേരുടെയും ടീഷർട്ട് ഇട്ടിട്ട്, ഫോട്ടോ ഉള്ള ടീഷർട്ട് ഇട്ടിട്ട് ചങ്ങാതിമാര് പടച്ചോന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ വന്നിരിക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് നിങ്ങളുടെ ഭാര്യമാരുടെ, നിങ്ങളുടെ ഉമ്മമാരുടെ, പെൺമക്കളുടെ, നിങ്ങളുടെ സഹോദരിമാരുടെ നിസ്കാര കുപ്പായത്തിന്റെ ഈ ഭാഗം നിങ്ങളൊന്ന് നോക്കണം. ഈ കഫ് എന്നല്ല ഇവിടെ പറയണേ, കഫ് നോക്കണം. ചില ഉമ്മമാരുടേത് കരിമ്പൻ അടിച്ചിട്ടുണ്ടാവും, വെള്ളം വീണിട്ട്. ചില ഉമ്മമാരത് കരിമ്പൻ അടിച്ചിട്ട് തുരുമ്പ് വന്നിട്ട് ഓട്ട വീണിട്ടുണ്ടാകും. ഇൻഷുറൻസ് പോലും ഇല്ല. മാറ്റുമോ താത്ത? മാറ്റൂല. ആമിനാത്താടെ അടുത്ത് വന്ന് സലീമിച്ച വന്ന് ചോദിക്കും, ആമിന, ഒരു വർഷമായി നിസ്കാര കുപ്പായം കഴുകിയിട്ട്, റമദാനല്ലേ വരുന്നേ, നീ കഴുകണ്ട, പുതിയൊരു നിസ്കാര കുപ്പായം നമുക്ക് വാങ്ങാം. ആ സമയത്ത് ഭാര്യ പറയുന്നൊരു വാക്കുണ്ട്, വല്ലപ്പോഴും നിസ്കരിക്കണം, എനിക്കെന്തിനാ നിസ്കാര കുപ്പായം? അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. പാടില്ല. ഏത് സഹോദരിയാ നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര കുപ്പായം കൊളുത്തിൽ തൂക്കിയിടുന്ന, ഹാങ്കറിൽ തൂക്കിയിടുന്ന, കയറുമേ തൂക്കിയിടുന്ന എത്ര ഭാര്യമാരാ ഉള്ളേ? ഇല്ല അല്ലേ? അല്ലാഹുവേ, ചില ഉമ്മമാരുണ്ട് നിസ്കാരം കഴിയ ഈ കുപ്പായ ഊരുക, പൊറോട്ട ചുറ്റണ പോലെ ചുറ്റലുണ്ട്. പൊറോട്ട ചുറ്റണത് പോലെ ചുറ്റലുണ്ട്. ചുറ്റിയിട്ട് ഒരു പായിന്റെ അകത്ത് വെച്ചിട്ട് മറ്റേ ചിക്കൻ റോള് പൊതിയണത് പോലെ ഇങ്ങനെ ചുറ്റും, പായ് ഇങ്ങനെ ചുറ്റും. ചുറ്റിയിട്ട് നമ്മുടെ ഈ സമ്പൂസയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ സമ്പൂസയുടെ ഏറ്റവും അടിയിൽ ചെറിയൊരു മടക്കുണ്ടാകും എന്ന് പറഞ്ഞതുപോലെ ഈ പാന്റെ നടുക്കൊരു വെട്ടത്തിന് ഇങ്ങനെ വെട്ടിയിട്ട് 2 ആക്കി മടക്കിയിട്ട് അലമാരക്കടിയിൽ കയറ്റി വെച്ചിട്ട് പറയും, ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വെള്ളിയാഴ്ച കാണാം, മഴസലാം, ഇനി നിസ്കാരമില്ല, അടുത്ത വെള്ളിയാഴ്ച. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു നൽകട്ടെ. പാടില്ല. നിസ്കരിക്കുമ്പോ വൃത്തിയുള്ള വസ്ത്രം ധരിക്കണം. അല്ലെ? ഇപ്പൊ ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ചത്, ഉദ്ഘാടിച്ചത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു സൂറത്തുണ്ട്. അല്ലെ അല്ലെ? പ്രായമുള്ളവർക്കെല്ലാം അറിയില്ല. ഇപ്പൊ മുത്തലിമിങ്ങൾക്ക്, ഉസ്താദുമാർക്കൊക്കെ അത് അറിയാൻ പറ്റും. ഖുർആനിലെ ഒരു ആയത്ത് കൊണ്ടാണ് ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ചത്. അല്ലെ? ഇപ്പൊ ഞാനൊക്കെ അന്ന് ജോലി ചെയ്യണ സമയത്ത് അവിടുത്തെ പള്ളിയിലെ കുറെ ചെറുപ്പക്കാർ എനിക്ക് അയച്ചു തന്നു, ഉസ്താദേ കണ്ടില്ല ഉസ്താദേ, നിങ്ങൾ അർജന്റീനക്കെതിരെ പ്രസംഗിച്ചിട്ട് ഖത്തറിൽ വേൾഡ് കപ്പ് ആരംഭിച്ചത് ഖുർആൻ കൊണ്ട ഉസ്താദെ, സ്റ്റാറ്റസ് ആക്കിക്കോ ചങ്ങാതി. എന്നോട് പറഞ്ഞ സ്റ്റാറ്റസ് ആക്കിക്കോ ഉസ്താദെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരുണ്ട്. ഞാൻ പറയാ, എടാ അതിന്റെ അർത്ഥം എന്താ? ഖത്തറിൽ വേൾഡ് കപ്പ് ഉദ്ഘാടിച്ച ഖുർആനിന്റെ ആയത്തുകളുടെ അർത്ഥം എന്താ? കേട്ടോ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്നിങ്ങനെ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ. എന്നിട്ടതാ നിരവധി തവണയുണ്ടല്ലോ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ അല്ലാഹ് പറയുകയാ, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അല്ലാഹ് നിനക്ക് കൈ തന്നില്ലേ? അല്ലാഹ് നിനക്ക് കാല് തന്നില്ലേ? അല്ലാഹ് നിനക്ക് ആരോഗ്യം തന്നില്ലേ? അല്ലാഹ് നിനക്ക് ആഫിയത്ത് തന്നില്ലേ? അല്ലാഹ് നിനക്ക് ദീർഘായുസ് തന്നില്ലേ? അല്ലാഹനെ മറന്നതെന്തേ? അല്ലാഹനെ മറന്നതെന്തേ? അല്ലാഹനെ ഓർക്കാത്തതെന്തേ? അല്ലാഹ് നിനക്ക് കൈയും കാലും തന്നു, എന്നിട്ട് നീ എന്റെ അല്ലാഹനെ മറക്കുന്നത്? അല്ലാഹന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ നിനക്കെന്ത് മടി എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ഇത് നമ്മൾ സ്റ്റാറ്റസ് ആക്കിയിട്ട് ഇശാ നിസ്കരിക്കാതെ ടർഫിൽ കളി കാണാൻ പോയവര്. അല്ലാഹുവേ നീ കാത്തിരിക്കണേ അല്ലാഹ്. പള്ളിയിൽ ഉസ്താദിനിട്ടുണ്ടാക്കുക, ഉസ്താദേ സ്റ്റാറ്റസ് ആക്കി, ഉസ്താദേ മഹല്ലിലെ പ്രസിഡന്റിന് സെക്രട്ടറിക്കൊക്കെ നിങ്ങൾ തന്നെ അയച്ചു കൊടുക്കും ഉസ്താദ് എന്ന് പറയണ ചില ചെറുപ്പക്കാരെ. അതിന്റെ അർത്ഥം എന്താ? ഖത്തറിൽ വേൾഡ് കപ്പില് ആ കാലില്ലാത്ത പയ്യൻ പറയാ, എടാ നിനക്ക് അല്ലാഹ് കയ്യും
കയ്യും കാലും തന്നു. അത് നിസ്കരിക്കാതെ എന്താണ് ടർഫിൽ പോണതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ അതാ പറയണത്. നിസ്കാരം എന്ന് പറയുന്നത് അതൊരു ലഹരിയ. നിസ്കാരം എന്ന് പറയുന്നത് അതൊരു ലഹരിയ. അള്ളാഹുവേ, ആ നിസ്കാരം 5 വഖത്ത് കൃത്യമായി നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഓപ്പറേഷൻ കഴിഞ്ഞവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഓപ്പറേഷൻ ഒന്നുമില്ല. ഒന്ന് ആ ഒറ്റരാളുള്ള ഓപ്പറേഷൻ കഴിഞ്ഞവര് ഭയങ്കര നാടാണല്ലോ. അപ്പൊ ഹോസ്പിറ്റലുകാർക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല. അള്ളാഹുവേ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. സഹോദരിമാർ ഒരുപാട് പേരുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ്, സിസേറിയൻ കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും അല്ലേ. എന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ ഭാര്യ ഗർഭിണിയാ. അപ്പോൾ ഓളപ്പുറത്ത് കർട്ടൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഓനിപ്പുറത്ത് ഇരിപ്പുണ്ട്, ഓൻ ഇസ്മായിൽ ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. ഞാനവിടെ ചെന്നപ്പോൾ ഉസ്താദേ, എൻ്റെ ഭാര്യക്ക് സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. എന്താ പറഞ്ഞേ? സുഖപ്രസവം ലഭിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. പെട്ടെന്ന് തന്നെ അപ്പുറത്തിരിക്കണ ജസീ എന്ന് പറഞ്ഞ സഹോദരി പറയാം, എന്നെ പൊന്നാര ഉസ്താദേ, സുഖപ്രസവം എന്ന് പേരേ ഉള്ളൂ ഉസ്താദ്, അനുഭവിക്കുമ്പോൾ അറിയാം അതിന്റെ വേദന അല്ലേ. ഈ സുഖപ്രസവം എന്ന് പറയും. പക്ഷെ ആ കുട്ടി ഇങ്ങനെ വരുമ്പോ നമ്മളെ വാരിയെല്ലും ശരീരത്തിന്റെ അവയവങ്ങളും മുഴുവനും പൊളിച്ചടുക്കിയിട്ടാ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടി പുറത്തേക്ക് ഇറങ്ങി വരണേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഹൈറിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കണേ അല്ലാ. ഞാൻ പറയാ, നമുക്കൊരു ഇപ്പൊ മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. മൂത്രത്തിൽ കല്ല് വന്നു കഴിഞ്ഞാൽ, കിഡ്നിയിൽ സ്റ്റോൺ വന്നു കഴിഞ്ഞാൽ ലേസർ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഈ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യണമെങ്കിലും നമ്മുടെ അകത്ത് എന്ത് ചെയ്യാറുണ്ട്? ഒരു സ്റ്റഡ് കയറ്റാറുണ്ട്. കിഡ്നിയുടെ ഭാഗത്ത് ഒരു സ്റ്റഡ് കയറ്റാറുണ്ട്. ഈ സ്റ്റഡ് കയറ്റണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഡോക്ടർമാർ പറയും തലേ ദിവസം വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറയും. ഇപ്പൊ ഒരാൾക്ക് ചെവി വേദന വന്നു, ചെവിയിൽ ഒരു ഹോള് വന്നു, അല്ലെങ്കിൽ ഹൃദയത്തിൽ ഒരു ഹോള് വന്നു, അതടക്കണം. നമ്മൾ കോഴിക്കോടോ കാസർഗോഡോ കർണാടകയിലോ ഏതെങ്കിലും ഒരു ആശുപത്രി ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, പക്ഷേ ഒരു ദിവസം മുമ്പേ വന്ന് അഡ്മിറ്റ് ചെയ്യാൻ പറയും. അതെന്തിനാ? തലേ ദിവസം വരുമ്പോ അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണും അല്ലെ. അനസ്തേഷ്യയുടെ ഡോക്ടറെ കാണും എന്ന് വെച്ചാൽ നമുക്ക് മയക്കുന്ന, നമ്മുടെ ശരീരത്തിൽ ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ട് മരുന്ന് കയറ്റിയിട്ട് നമ്മളെ മയക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് വെക്കാറുള്ളൂ? കത്തി വെക്കാറുള്ളൂ അല്ലെ. ഇപ്പൊ എനിക്കൊക്കെ താടി ഉണ്ടെന്നാണ്, ഞാൻ ചോര കണ്ടാൽ പെട്ടെന്ന് തല ഇറങ്ങും. ചോര കണ്ടാലും പെട്ടെന്ന് തല ഇറങ്ങും. ഇഞ്ചക്ഷൻ എടുക്കണത് കണ്ടാൽ പെട്ടെന്ന് തല ഇറങ്ങും. അപ്പോൾ എനിക്ക് ചില സമയത്തൊക്കെ BP ലോ ആകുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകും. അപ്പൊ ആ സമയത്ത് എൻ്റെ ഉമ്മന്റെ വാപ്പാനോട് പറയും, ഓനൊന്ന് പിടിച്ചോണെന്ന് പറയും. ഓനൊന്ന് പിടിച്ചോണെന്ന് പറയും. കാരണം അല്ലെങ്കിൽ ഒരു ട്രിപ്പും കൂടി എന്റെ ശരീരത്തിൽ കയറ്റേണ്ടി വരും. അപ്പൊ ചില ആളുകൾ അങ്ങനെ പേടിക്കും, പെട്ടെന്ന് പേടിക്കാറുണ്ട് അല്ലെ. ഇപ്പോ നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനല്ല കേട്ടോ പറയണേ, ഒരു ചെറിയൊരു ബ്ലേഡ് എടുത്തിട്ട് നിങ്ങളുടെ കയ്യിലെ നരമ്പൊന്നും മുറിച്ച് കളഞ്ഞാ നിങ്ങൾക്ക് വേദന എടുക്കൂലേ? ചില സൈക്കോകളുണ്ട്, ദുനിയാവായിട്ടൊരു ബന്ധമില്ലാത്തവർ, ഓർക്കൊന്നും പ്രശ്നമില്ല. ഈ ദുനിയാവുമായിട്ട് ബന്ധമായിട്ട് ജീവിക്കണവർക്ക് കയ്യില് ചെറിയൊരു ബ്ലേഡ് വെച്ച് കീറി കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റുമോ? സഹിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ശരീരത്തിലേക്ക് ഒരു മയക്കുമരുന്ന് ഇങ്ങനെ വെച്ച്, മയക്കുമരുന്ന് വെച്ചാൽ MDMA കഞ്ചാവെന്നല്ലേ ഞാൻ പറയണേ, അനസ്തീഷ്യയുടെ മരുന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ബോധം നഷ്ടപ്പെടും അല്ലെ. സിസേറിയന്റെ സമയത്തും ഭാര്യമാർക്ക് എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ ഒപ്പിട്ട് കൊടുക്കാറുണ്ട്. ഇതിന് ഉത്തരവാദിത്തം ഹോസ്പിറ്റലുകാർക്കൊന്നും ഇല്ല, നമ്മളാണ് ഉത്തരവാദി. കാരണം എന്തേ? നമ്മൾ ഒപ്പിട്ട് കൊടുക്കണം. അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എന്തും സംഭവിക്കാം. ഈ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോടാരി എടുത്ത് വെട്ടിയാലും ചിലപ്പോൾ എന്ത് ചെയ്യൂല? അറിയില്ല. പക്ഷേ ഉർവത്ത് ബിൻ സുബൈർ എന്ന് പറയുന്ന ഒരു മഹാന്റെ കാല് പഴുത്തു. എന്താണ്? കാല് പഴുത്തിട്ട് വൈദ്യന്മാര് പറഞ്ഞു കാല് മുറിച്ച് കളയണമെന്ന്. ഒരു അനസ്തേഷ്യ പോലും എടുത്തില്ല, ഒരു മരുന്ന് പോലും കഴിച്ചില്ല, ഒരു കഞ്ചാവ് പോലും അടിച്ചില്ല. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് വൈദ്യന്മാര് മുറിച്ച് കളഞ്ഞു. പക്ഷേ എന്തെടുത്തില്ല? വേദന എടുത്തില്ല അല്ലേ. ഇപ്പോ ഞാനും നിങ്ങളും ഒക്കെ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ചെറിയൊരു സൂചി കുത്തിയാൽ പോലും നമ്മളിങ്ങനെ ഇങ്ങനെ മാറും. ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് ഒരു മരുന്ന് പോലും കഴിച്ചില്ല ബോധം നഷ്ടപ്പെടാൻ. പക്ഷേ കാല് മുറിച്ച് കളഞ്ഞു, വേദന എടുത്തില്ല, സുഖമായെന്ന് ചരിത്രം പറയുന്നു. എന്തുകൊണ്ടാ അല്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞു, നിസ്കരിക്കുമ്പോൾ ചില ആളുകളുണ്ട് പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോൾ ആ ചിന്ത പറയണ, റബ്ബേ ഞാൻ എന്റെ ചെരുപ്പ് മക്കാമിന്റെ പുറത്ത് ഊരിയിട്ടിട്ടുണ്ട്, റബ്ബേ ഏതെങ്കിലും ഹമുക്ക് അത് അടിച്ചുകൊണ്ട് പോകുമോ എന്ന് ചിന്തിക്കണത് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തില. ഞാൻ ദുഹ്ർ നിസ്കരിക്കണതിന് മുമ്പ് ഞാനൊരു റീൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടു, റബ്ബേ അതിന് എത്ര ലൈക്കും ഷെയറും കമന്റും കിട്ടിയതെന്ന് നോക്കണത് നിസ്കാരത്തിൽ നിൽക്കുമ്പോൾ. ചങ്ങാതിമാർ, അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിയല്ലേ? ചില ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ശരിയാണല്ലോ, ഇത് ഞങ്ങളെ പറ്റിയാണല്ലോ. അള്ളാഹു നീ കാത്തിരിക്കണേ അല്ലാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാല് മുറിച്ച് കളഞ്ഞു, വേദന എടുത്തില്ല. എന്തേ? അതിനാരാണ് ഉർവത്ത് ബിൻ സുബൈർ എന്ന് നമ്മൾ പഠിക്കണം.
ആരാ? ഉർവത്ത് ബിൻ സുബൈർ ആരാ? മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്ന ഒരു സൂഫിയായ വ്യക്തിത്വമാണ്, ഇബാദത്തുള്ള വ്യക്തിത്വമാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ഉസ്താദ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ, നമസ്കരിക്കുകയാ, നിന്നുകൊണ്ട് നമസ്കരിക്കുകയാ, നിന്നുകൊണ്ട് നമസ്കരിച്ച് ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ കാലുണ്ടല്ലോ പഴുക്കുകയാ, ചലമുണ്ടല്ലോ കടന്നു വരികയാ. മക്കളതാ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ, വൈദ്യന്മാര് കടന്നു വരികയാ, വൈദ്യന്മാര് പറയുകയാ മുറിക്കണമല്ലോ, കാലതാ അറുക്കണമല്ലോ. ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ സമ്മതമല്ല, അനുവാദമല്ല, സമ്മതമല്ല. കാല് തന്നതല്ലാ, കൈ തന്നതല്ലാ, ആരോഗ്യം തന്നതല്ലാ, ആഫിയത്ത് തന്നതല്ലാ, രോഗം തന്നതല്ലാ. ഇത് മുറിക്കാൻ കഴിവുള്ളവനുണ്ടല്ലോ അല്ലാഹ് മാത്രമാ. വൈദ്യന്മാര് തിരിച്ചു പോകുകയാ, പടച്ചവനെ ദിവസങ്ങൾ കഴിയുകയാ. ഉർവത്ത് ബിൻ സുബൈർ തങ്ങള് നിന്നുകൊണ്ട് നമസ്കരിക്കുകയോ, നിന്നുകൊണ്ട് നമസ്കരിച്ച് കാലുണ്ടല്ലോ പഴുക്കുകയാ, ചീഞ്ചലമുണ്ടല്ലോ കടന്നു വരികയാ, വൈദ്യന്മാര് കടന്നു വരികയാ. ഉർവത്ത് ബിൻ സുബൈറിനോട് പറയുകയാ മുറിച്ച് കളയണമല്ലോ, അറുക്കണമല്ലോ, മുറിച്ച് കളഞ്ഞില്ലെങ്കിൽ നമസ്കരിക്കാൻ കഴിയൂല, പ്രതിസന്ധിയാ, പ്രയാസമാ. കാലിലുള്ള പഴുപ്പുണ്ടല്ലോ ശരീരത്തിന്റെ അവയവങ്ങളിലേക്ക് കയറുന്നതാ, മരണപ്പെടുന്നതാ. ഉർവത്ത് ബിൻ സുബൈർ പറയുകയാ പാടില്ല, എനിക്കും നിസ്കരിക്കണമല്ലോ, ഇബാദത്ത് ചെയ്യണമല്ലോ, പടച്ചവന്റെ മുമ്പിൽ സുജൂദ് ചെയ്യണമല്ലോ, കാലതാ മുറിച്ചുകൊള്ളുക. വൈദ്യന്മാര് പറയുകയാ കാലതാ മുറിച്ചു കളയുമ്പോ വേദനയുണ്ടല്ലോ, താങ്ങാൻ കഴിയൂല, അതുകൊണ്ട് ഒരു കോപ്പ കള്ള് തരാമല്ലോ, ഈ കള്ള് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളെ ശരീരത്തിലേക്ക് കടാറിറക്കുമ്പോ വേദന എടുക്കൂല, ബോധമതാ നഷ്ടപ്പെടുന്നതാ. പടച്ചവനെ ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ, പടച്ചവനെ ദേഷ്യപ്പെടുകയാ, കള്ളതാ ഹറാമാ, കുടിക്കാൻ പാടില്ലോ, അനുവദീയമല്ലോ, കുടിക്കൂല. വൈദ്യന്മാര് വിറങ്ങലിക്കുകയാ, കള്ളു കുടിക്കാതെ ലഹരി ഉപയോഗിക്കാതെ എങ്ങനാണ് തങ്ങളെ നിങ്ങളുടെ കാലുണ്ടല്ലോ മുറിച്ച് കളയുന്നത്, എങ്ങനാണ് തങ്ങളെ? വൈദ്യന്മാര് വിറങ്ങലിക്കുമ്പോ ഉർവത്ത് ബിൻ സുബൈർ വൈദ്യന്മാർ തന്റെ പ്രിയമുള്ളവരെ പറഞ്ഞു കൊടുക്കുകയാ, അടുത്ത വഖത്തിന്റെ സമയമാകുമ്പോ ഞാനതാ നമസ്കരിക്കാൻ കൈകെട്ടുമ്പോ എന്റെ കാലുണ്ടല്ലോ മുറിച്ച് കളയുക, നമസ്കരിക്കാൻ കൈകെട്ടിക്കഴിഞ്ഞാൽ എനിക്കതോ ദുനിയാവുമായി ബന്ധമില്ലോ. വൈദ്യന്മാര് വിറങ്ങലിക്കുകയാ, അടുത്ത വഖത്തിന്റെ സമയമാകുമ്പോ കത്തിയുമായി കടന്നു വരികയാ. ഉർവത്ത് ബിൻ സുബൈർ ഉണ്ടല്ലോ ബാങ്കതോ കേൾക്കുകയോ, പടച്ചവനെ കൈകെട്ടുകയാ, പടച്ചവനെ വജ്ഹത്തോതുകയാ, എന്നിട്ടതാ ഫാത്തിഹ ഓതുകയാ. നരകത്തിന്റെ അദാബിനെ പറ്റി പറയുന്നു ആയത്തുകളുണ്ടല്ലോ, ഓതുകയോ പാരായണമുണ്ടല്ലോ ചെയ്യുകയോ. ഉർവത്ത് ബിൻ സുബൈർ ദുനിയാവുമായി ബന്ധമില്ലോ, അല്ലാഹുവിന്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോ ദുനിയാവുമായി ബന്ധമില്ലോ. വൈദ്യന്മാര് കടാരയെടുക്കുകയാ, ഉർവത്ത് ബിൻ സുബൈർ തങ്ങളുടെ പഴുപഴുത്ത കാലുണ്ടല്ലോ വൈദ്യന്മാര് സുബ്ഹാനല്ലാഹ് മുറിക്കുകയോ അറുക്കുകയോ, വേദനയില്ലോ, ചോരയുണ്ടല്ലോ, ചലവുണ്ടല്ലോ, പഴുപ്പുണ്ടല്ലോ, നീരുണ്ടല്ലോ, ഒലിക്കുകയാ, കടന്നു വരികയാ. എന്തുകൊണ്ടാ വേദനയെടുത്തില്ല, ഒരു മരുന്ന് പോലും ഉപയോഗിച്ചില്ലോ, പക്ഷേ ഉർവത്ത് ബിൻ സുബൈറിന് വേദനയെടുത്തില്ലോ. എന്തുകൊണ്ടോ? മഹാന്മാര് അങ്ങനെ, ഔലിയാക്കൾ അങ്ങനെ, ആലിമീങ്ങൾ അങ്ങനോ. അതുകൊണ്ട് പ്രിയമുള്ളവരോട് പറയുകയാ, നമസ്കരിക്കുമ്പോ ഈമാനോട്
ഈമാനോടെ അതവോടെ തഖ്വയോടെ നിസ്കരിക്കുന്നവരെ അൽഹംദുലില്ലാഹ് മരിക്കുമ്പോ ഈമാനോടെ ഇഖ്ലാസോടെ അതവോടെ തഖ്വയോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കഴിയുന്നതോ നാദാ സൗഭാഗ്യം തരണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. തങ്ങള് നിസ്കരിക്കാൻ കൈകെട്ടിയ സമയത്ത് ദുനിയാവുമായി ബന്ധമില്ല, കാല് മുറിച്ചു, വേദന എടുത്തില്ല. കാരണം എന്തേ? നിസ്കരിച്ചപ്പോ കടാര വരുന്നതും കടാര ശരീരത്തിലേക്ക് തൊടുന്നത് പോലും അറിഞ്ഞില്ലെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം പറയുമ്പോ, ആരെങ്കിലും ഒരാൾ നിസ്കരിക്കുമ്പോ അതബോടെ നിസ്കരിക്കുന്നവരാരാ, ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പൊ ഇവിടെ 18 വയസ്സുള്ള സഹോദരിമാരുടെ വാപ്പന്മാർ ഇവിടെ ഇരിക്കുന്നുണ്ടാകും. 18 വയസ്സുള്ള ഇവിടെ കല്യാണപ്രായം എത്ര? 18. ഒളിച്ചോടിയില്ലെങ്കിൽ 18, ഒളിച്ചോടിയാല് 17, 16 അല്ലെ? ചില സഹോദരിമാര് 17ാമത്തെ വയസ്സിലെ മതിരിയാണ് പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്തേ? 18ാമത്തെ വയസ്സാകും എന്റെ ഇച്ച, എന്റെ മച്ച വണ്ടിയായിട്ട് പൾസർ T20 ആയിട്ട് എന്ത് ചെയ്യും? വീടിന്റെ വാതിൽക്ക് വരും. ഇപ്പോഴേ ചാടി പിടിച്ച അപ്പോഴേ കടക്കാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. 18 വയസ്സുള്ള കെട്ടിക്കാൻ പ്രായമായ മക്കളുള്ള പ്രിയപ്പെട്ട വാപ്പന്മാരോട് ഞാൻ പറയാ, ദീനുള്ളവർക്ക് നിന്റെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് പള്ളിയിലെ മൊല്യന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറയണില്ല, ഉസ്താദന്മാർക്ക് കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ പറയണില്ല. അപ്പൊ അവർക്ക് മാത്രമേ പെണ്ണിട്ടു, അതല്ല ഞാൻ പറയണേ. 5 വക്കത്ത് നിസ്കാരമുള്ളവർ എന്ത് ചെയ്യണം? നിന്റെ മക്കളെ എന്ത് ചെയ്യണം? നമ്മൾ കെട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ ഇവിടെ കൊണ്ടോന്ന് എനിക്കറിയില്ല, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഒരു പെണ്ണും ചെറുക്കനെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഫോട്ടോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ആ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഈ ചെറുപ്പക്കാരന്റെ ജോലിയും വീടും ആ കുടുംബക്കാരെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ചാളുകൾ അവന്റെ നാട്ടിലേക്ക് വരാറുണ്ട്, അല്ലേ? വരാറില്ലേ? ഇപ്പൊ നിങ്ങളുടെ നാട്ടില് ഒരു പെണ്ണിന്റെയും ഒരു ചെറുക്കന്റെയും കല്യാണം ഉറപ്പിച്ചു. ഇപ്പോ ഈ ഏണിയാടി മക്കാമിന്റെ ഇവിടെ നിന്നും, കാസർഗോഡാണ് പെണ്ണിന്റെ വീട്, ഏണിയാടി മക്കാമിന്റെ പരിസരത്താണ് ചെറുപ്പക്കാരന്റെ വീട്. കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ദിവസം കാസർഗോഡ് നിന്ന് പെണ്ണിന്റെ വീട്ടുകാർ ഏണിയാടി മക്കാമിന്റെ പരിസരത്ത് വരും. എന്തിനാ വരുന്നത്? ആ ചെറുപ്പക്കാരന്റെ സ്വഭാവം അന്വേഷിക്കാൻ. ഞാൻ പറയാ, ഒരിക്കലും ഏണിയാടി മക്കാമിന്റെ പരിസരത്തുള്ള ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ കർണാടകയിലും കാസർഗോഡിലുള്ള ചായക്കടയിലും ഹോട്ടലുകളിലും കയറിയിട്ട് അവിടെ ചായ കുടിക്കണ ചങ്ങാതിയെടുത്ത് ഒരിക്കലും ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തിനെ പറ്റി അന്വേഷിക്കാൻ പാടില്ല. ചില ആളുകളുണ്ട്, ഇതെന്നെ പണി, കല്യാണം മുടക്കുക. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിച്ച് കല്യാണം മുടക്കുക. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദേ, ഞാൻ നേരെ ചൊവ്വ വേപ്പിലയുടെ ഇല പോലും കണ്ടിട്ടില്ല ഉസ്താദ്. എന്താ പറഞ്ഞ? ഈ വേപ്പില എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, അല്ലെ? നമ്മൾ ഈ ഭക്ഷണത്തിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിട്ട് ഇടുന്ന ഒരു ഔഷധമാണ്, എന്തെന്നും പറയണേ, വേപ്പില. അതുപോലും ഞാൻ കണ്ടിട്ടില്ല ഉസ്താദേ. എന്റെ കല്യാണത്തിന്റെ സമയത്ത് നാട്ടുകാർ പറഞ്ഞത് എനിക്ക് കഞ്ചാവ് വെച്ചോളാം ഉസ്താദേ. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാട്ടിലുണ്ട് ചില ചെറുപ്പക്കാർ മുടി വളർത്തും, അപ്പൊ തന്നെ ചില വല്യാപ്പന്മാര് പറയും, ഓ കഞ്ചാവ്. ചില ചെറുപ്പക്കാർ നമ്മുടെ നാട്ടില് കീറിയ പാൻസ് അടിച്ചിട്ട് പോകും, അപ്പൊ തന്നെ പരസ്യമായിട്ട് പറയും, ഷുക്കൂറിന്റെ മോൻ കഞ്ചാവ് കണ്ടില്ല, ഓൻ അടിച്ചിട്ട് ഫിറ്റില്ലാതെ പോണോക്കെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കണ ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല. ഒരിക്കലും പരസ്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഓനോടത് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. രഹസ്യമായിട്ട് ഏതെങ്കിലും മൂലക്കൊണ്ട് ഇടവഴിയിലൊക്കെ പിടിച്ച് കൂമിനിട്ട് 2 ഇടിയൊക്കെ കൊടുത്തിട്ട് പറയണം, എടാ ഇത് തെറ്റാ ചെയ്യണേ, എടാ മുടി വളർത്താൻ പാടില്ല, അത് തെറ്റാ, എടാ പാൻസ് കീറിയത് ധരിക്കല്ലേ, അതൊക്കെ നല്ല രീതിയിൽ ഇട്ടുകൊണ്ട് നടക്കണം, എന്ത് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞത്, ഒരിക്കലും നാട്ടുകാരോട് വന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. ഈ ചായക്കടയിലും ബസ് സ്റ്റാൻഡിലും അങ്ങാടിയിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ആരോട് ചോദിക്കണം? നിങ്ങളുടെ പള്ളിയിലെ ഖത്തീബിനോട് ചെന്നിട്ട് ചോദിക്കണം, ഉസ്താദേ, എന്റെ മോളെ കെട്ടാൻ പോകുന്ന ചങ്ങാതി ഉസ്താദിന്റെ മഹലിലുള്ള ഈ ഹമുക്ക ഉസ്താദേ, ഇവൻ എങ്ങനെ ഉസ്താദെ പള്ളിയായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ, ഇവന്റെ കുടുംബം പള്ളിയായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ, ഇവൻ ചിലപ്പോൾ പ്രവാസിയായിരിക്കും, ഇവന്റെ വാപ്പാക്ക് ഇവന്റെ ജ്യേഷ്ഠന്മാർക്ക് പള്ളിയായിട്ട് ബന്ധമുണ്ട് ഉസ്താദെ എന്ന് ആര് ചോദിക്കണം? ആ പെണ്ണിന്റെ കുടുംബക്കാര് പള്ളിയിലെ ഖത്തീബിനോട് ചോദിക്കണം. പള്ളിയുടെ ഖത്തീബ് ഓക്കെ പറഞ്ഞാൽ നിങ്ങൾ കിട്ടിക്കോളി. പള്ളിയുടെ ഖത്തീബിന് ഒരു വിമ്മിഷ്ടം ഉണ്ടെങ്കിൽ, ഓക്കെ പറയാൻ മടിയുണ്ടെങ്കിൽ കെട്ടാൻ നിൽക്കരുത്. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. പിന്നെ ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ അതിനൊക്കെ വിളവന്മാരാണ്. കാരണം എന്തേ? പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഖത്തീബിനോട് ചോദിക്കാൻ വരുന്ന ദിവസം ഉസ്താദ് എണ്ണീക്കുന്നതിന് മുമ്പ് തന്നെ ഓൻ പള്ളിയിൽ ഉണ്ടാകും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ എറണാകുളത്ത് പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം വെളുപ്പിനെ 4 മണിക്ക് എന്റെ റൂമിന്റെ ഡോർ ഇങ്ങനെ തുറന്നപ്പോ പള്ളിക്കകത്ത് 4 മണിക്കൊരു ചെറുപ്പക്കാരൻ ഇബാദത്ത് ചെയ്യാ. 4 മണിക്കൊരു ചെറുപ്പക്കാരൻ ഇബാദത്ത് ചെയ്യാ. ഓന്റെ പുറകുഭാഗം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി റമദാനിൽ പോലും കാണാത്ത എങ്ങാതിയ പള്ളിയിൽ.
ഞാനിങ്ങനെ പള്ളിക്കകത്തേക്ക് കയറി ചെന്നിട്ട് ഇവന്റെ തോളത്ത് ഇങ്ങനെ കൈവച്ചു. പെട്ടെന്ന് ചാടി എണ്ണീച്ചു. കാരണം വല്ല ജിന്നോ ശൈത്താനോ, കാരണം വല്ലപ്പോഴും പള്ളി വരണതാ, വല്ല ജിന്നോ ശൈത്താനോ ഒക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാടി എണ്ണീച്ചു. എന്നെ കണ്ടു. ഞാൻ ചോദിച്ചു, എന്നെ നിനക്കറിയോ? ഉസ്താദല്ലേ ഉസ്താദ്, ഞങ്ങളുടെ ഉസ്താദ്. ഞാൻ പറഞ്ഞു, അതെന്നും നിന്റെ മനസ്സിൽ ഉണ്ടാകണം, കാരണം പള്ളിയിലൊന്നും കാണാറില്ല. ഞാൻ ചോദിച്ചോട്ടെ ചങ്ങാതി, 4 മണിക്കെന്താ നീ പള്ളിയിൽ? ഒന്നുമില്ല ഉസ്താദേ, റമദാനൊക്കെ അല്ലേ വരുന്ന ഉസ്താദേ, നന്നാകാമെന്ന് തീരുമാനിച്ചു. എന്നോട് പറഞ്ഞതാ, നന്നാകാമെന്ന് തീരുമാനിച്ചു ഉസ്താദേ. എനിക്കൊണ്ട് വിശ്വാസം വന്നില്ല. ഞാൻ ചോദിച്ചു, കുറച്ചേരൊക്കെ സംസാരിച്ചിട്ട് ചോദിച്ചു, എടാ 4 മണിക്കൊക്കെ നീ നന്നാകാൻ പറഞ്ഞത് ഈമാൻ ഭയങ്കരമാണല്ലോ, പള്ളിയിലെ മോദ്യം പോലും എണ്ണീച്ചിട്ടില്ല. അല്ലാഹുവേ, ഓൻ പറയും ഉസ്താദെ കുറെ തെറ്റുകൾ ചെയ്തു പോയി ഉസ്താദെ, നന്നാകണം. ഞാൻ ഓർത്തു അൽഹംദുലില്ലാ, സന്തോഷം, ഒരു ചെറുപ്പക്കാരെങ്കിലും 4 മണിക്ക് വന്നല്ലോ. ഇവന്റെ ഒരു വയസ്സ് കണ്ടാൽ തന്നെ, ഇവന്റെ ശരീരം കണ്ടാൽ തന്നെ 26, 27 വയസ്സൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, എടാ ഇന്നെങ്ങാനും നിന്റെ കല്യാണാലോചന നടക്കുന്ന ദിവസമാണ്, പെട്ടെന്ന് എന്നെ കൈ പിടിച്ചിട്ട് പറയാം, മുടക്കല്ലേ ഉസ്താദേ, മുടക്കല്ലേ ഉസ്താദേ, എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമായിരുന്നു ഉസ്താദേ, ഓളുടെ വാപ്പ എങ്ങനെയൊക്കെ എനിക്ക് കെട്ടിച്ചേരാന്ന് പറഞ്ഞു ഉസ്താദേ. ഖത്തീബിനോട് ചോദിക്കുന്ന പറയണേ, എന്താ പള്ളിയുടെ ഖത്തീബിനോട് ചോദിക്കുന്ന പറയണേ. ഖത്തീബ് ഓക്കെ പറഞ്ഞാൽ ഞങ്ങൾ ഓക്കെ എന്നാ പറഞ്ഞിരിക്കണേ. ഉസ്താദിനോട് എന്നെ പറ്റി ചോദിച്ചാ, എന്നെ ജനിച്ചിട്ട് പോലും ഉസ്താദ് പള്ളി കണ്ടിട്ടുണ്ടാകൂല. ഉസ്താദേ എന്റെ കല്യാണം മുടക്കല്ലേ ഉസ്താദേ എന്ന് പറഞ്ഞ് സോപ്പിടുന്ന ചില ചെറുപ്പക്കാര്. ഈ ചെറുപ്പക്കാരാകുന്ന ഉസ്താദന്മാരുടെ നടക്കൂല. പ്രായമുള്ള ഉസ്താദന്മാർ ചിലപ്പോൾ നടന്നുകൊണ്ടിരിക്കും. ഉസ്താദിനെ പോക്കൊരു 500 ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദ് രാത്രി ഫുഡ് എന്റെ വീട്ടിൽ നിന്ന് കഴിക്കാം. ഉസ്താദ് വീട്ടിൽ പോകുമ്പോൾ ഉസ്താദ് നടന്നു പോകണ്ട, ബസ്സിലൊന്ന് കയറി ഇറങ്ങി പോകണ്ട, 500 കിലോമീറ്റർ ഉണ്ടാ വീട്ടിൽ, ഒന്നും പേടിക്കണ്ട, ഞാൻ ഉസ്താദിനെ കൊണ്ട് വീട്ടിൽ ഇറക്കി തരാം, എന്നെ നിക്കാഹ് നടത്തി തന്നാ മതി എന്ന് പറയണ ചില അല്പന്മാരാകുന്ന ചില ചെറുപ്പക്കാരുണ്ട്. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല, പാടില്ല. ഉസ്താദിനോട് വന്നിട്ട് ചോദിക്കണം, ഉസ്താദെ ഇവൻ നിസ്കരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഉസ്താദും മനസ്സറിന് സമ്മതിച്ചാൽ മാത്രം എന്ത് ചെയ്യാ, കെട്ടിച്ചു കൊടുക്കുക അല്ലേ. പിന്നൊരു കാര്യമുണ്ട്, ഉസ്താദ് എങ്ങാനും പറയാ ഓന് കെട്ടിച്ചു കൊടുക്കണ്ട, നാട്ടില് കഞ്ചാവും വെള്ളം അടിച്ച് കിടക്കുന്ന ചില ചെറുപ്പക്കാരുണ്ടാവും. ഉസ്താദിനോട് വന്നിട്ട് ചോദിച്ചു, ഇവൻ എങ്ങനെയുണ്ട് ഉസ്താദെ? ഉസ്താദ് ഉള്ളത് പറഞ്ഞു, ഓൻ കഞ്ചാവും, ഓൻ കള്ളിനടിമയാ, കെട്ടിച്ചു കൊടുക്കണ്ട. എല്ലാവരും പോകും. പാതിരാത്രി ഉസ്താദ് വീടിന്റെ അകത്തൊറ്റ് പള്ളിക്കകത്തൊറ്റ കിടന്നുറങ്ങുമ്പോ വാതിക്കൽ ഒരാൾ വന്ന് കൊട്ടും. ഉസ്താദ് ഡോറ് തുറക്കും. ഉസ്താദിനെ എത്തിമാക്കിയിട്ട് ഉസ്താദിനെ ഷഹീദാക്കിയിട്ട് ചിലപ്പോൾ പോയി ജയിലിൽ കിടക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ. പാടില്ല, പാടില്ല. ദീനുള്ളവർക്ക് നിങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം, കെട്ടിച്ചു കൊടുക്കണം. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നിസ്കരിക്കുമ്പോൾ അതബോടെ ഇഖ്ലാസോടെ നിസ്കരിക്കുന്നവരാരാ, അവർ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പൊ 2 എണ്ണം പഠിച്ചു. ഒന്നേതാ, ഖുർആൻ ഓതണം. 2 ഏതാ, നിസ്കരിക്കണം. 3 ഏതാ, അള്ളാന്റെ റസൂല് പറയുന്നു, വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വാങ്ങിക്കുന്നവരാരാ, മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ എങ്ങനെ മരിക്കും? ഈമാനോടെ മരിക്കും. അല്ലാഹുവേ, നല്ല മരണങ്ങൾക്ക് നിങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. തീർക്കാൻ പോണേ, 10 മിനിറ്റും കൂടി ഉള്ളൂ. ഒരിക്കല് ചില മക്കൾക്കുണ്ട് ഉമ്മയോട് ഭയങ്കര സ്നേഹമാണ്, വാപ്പാനെ ശൈത്താനെ പോലെ കാണുന്ന ചില ചങ്ങാതിമാരുണ്ട്. ഉമ്മയോട് ഭയങ്കര മുഹബ്ബത്താ, വാപ്പയെ ദജ്ജാലിനെ പോലെ കാണുന്ന ചില ആൺമക്കളുണ്ട്. അല്ലാഹുവേ, അങ്ങനെ ഒരു ഗതികേട് ഞങ്ങളുടെ വാപ്പമാർക്ക് നീ കൊടുക്കല്ലേ അല്ലാ. എന്നോടൊരു ചങ്ങാതി പറഞ്ഞു, ഉസ്താദേ എന്റെ വാപ്പാനോട് എനിക്ക് അത്ര ദേഷ്യമുണ്ട് ഉസ്താദേ, അയാളെ എന്റെ ടിപ്പർ ലോറിയുടെ മുമ്പിൽ കിട്ടിയാൽ ഞാൻ അയാളുടെ നെഞ്ചത്തു കൂടി എന്റെ വണ്ടി ഇറക്കും ഉസ്താദേ എന്ന് പറഞ്ഞ മക്കളുണ്ട് അല്ലേ. ഞാൻ പറയാ, വാപ്പ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ ആരായിരിക്കണം? നമ്മുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് എന്തും നമ്മളോട് പറയാൻ പറ്റുന്നവരായിരിക്കണം. ചില വാപ്പമാരുണ്ട് ഭയങ്കര കർശന നിലപാടാ വീട്ടിൽ. ഉമ്മമാരുണ്ട് ചില പട്ടാള ചിട്ടയാ വീട്ടില്, സ്ട്രിക്റ്റ് വേണം, ചിട്ട വേണം, കർശന നിയമങ്ങൾ വേണം. പക്ഷേ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മളോട് എന്തും പറയാനുള്ള ഒരു അധികാരം, തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു അധികാരം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞേ, വാപ്പാക്ക് വിളിക്കാനുള്ള അധികാരം കൊടുക്കാനല്ല ഞാൻ പറഞ്ഞേ. നമ്മുടെ മക്കൾക്ക് സന്തോഷവും സങ്കടവും വന്നാൽ അതാദ്യമേ മാതാപിതാക്കളോട് ഷെയർ ചെയ്യാനുള്ള മാതാപിതാക്കളാകണം അല്ലേ. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു ചങ്ങാതി ലൈക്ക് കൊടുക്കുമ്പോൾ, സ്നേഹം കൊടുക്കുമ്പോൾ അതുമായിട്ട് ഓൾ ഇട്ടിട്ട് പോകും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകട്ടെ. ഞാൻ പറയണത്, മോനെ, ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ ആരാ? സ്വർഗത്തിന്റെ മധ്യ കവാടം. ഉമ്മ സ്വർഗത്തിന്റെ കവാടമാണെങ്കിൽ വാപ്പ സ്വർഗത്തിന്റെ മധ്യ കവാടം. അല്ലാഹുവേ, വാപ്പ ഉമ്മമാർക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, വാപ്പ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പാ, അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. ഉമ്മ മരിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കിയപ്പാ, അല്ലാഹു ഖബർ വിശാലാക്കട്ടെ. ഈ വാപ്പ ജീവിച്ചിരിക്കുന്നവര്, ഉമ്മ ജീവിച്ചിരിക്കുന്നവര് ഈ വാപ്പയും ഉമ്മയും മരിച്ചവരോട് ചെന്നിട്ട് ചോദിക്കണം, ഇവിടെ സങ്കടമുണ്ടോ? എന്താ ചോദിക്കണ്ടേ? ഇവിടെ സങ്കടമുണ്ടോ? അവരുടെ കണ്ണറിയാതെ നിറയുന്നത് കാണാം. കാരണം കൈയുള്ളപ്പോൾ അതിന്റെ വില അറിയൂല, കാലുള്ളപ്പോ അതിന്റെ വില അറിയൂല, മൂക്കുള്ളപ്പോ അതിന്റെ വില അറിയൂല, വാപ്പയുള്ളപ്പോ അതിന്റെ വില അറിയൂല, ഉമ്മയുള്ളപ്പോ അതിന്റെ വില അറിയൂല.
അവര് മരിച്ച് ഖബറിന്റെ അകത്ത് കിടക്കുമ്പോളെ അതിന്റെ വേദന നമുക്ക് മനസ്സിലാകും. അല്ലാഹുവേ, മൺമറഞ്ഞു പോയ ഞങ്ങളുടെ മാതാപിതാക്കളുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ, മണ്ണറ നീ മണിയറയാക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ബിൻ അസ്ലം തങ്ങള് സഹാബത്തിനോട് ചോദിച്ചു, സഹാബ, നിങ്ങളുടെ ഉമ്മമാര് നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നേ? സഹാബത്ത് പറഞ്ഞു 9.5 മാസം. സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ ചോദിച്ചു, സഹാബ, നിങ്ങളുടെ വാപ്പമാര് നിങ്ങളെ എത്ര മാസമാണ് ഗർഭം ചുമന്നേ? സഹാബത്ത് ചിരിച്ചിട്ട് ചോദിച്ചു, തങ്ങളെ വാപ്പമാരെങ്ങനെ ഗർഭം ചുമക്കുക? വാപ്പമാർ ഒരിക്കലും ഗർഭം ചുമക്കൂലല്ലോ. സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട്, ഒരു മറുപടി ഉണ്ട്, സഹാബ, നിങ്ങളുടെ ഉമ്മമാര് 9.5 മാസത്തോളം നിങ്ങളെ വയറ്റിൽ ചുമന്ന് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്കൊരു ജോലിയാകുന്നത് വരെ, പക്വതയാകുന്നത് വരെ, നിങ്ങൾക്കൊരു നിലനിൽപ്പുണ്ടാകുന്നത് വരെ നിങ്ങളെ തോളിലേറ്റി ഗർഭം ചുമക്കുന്നത് നിങ്ങളുടെ വാപ്പമാരാണെന്ന് സയ്യിദ് ബിൻ അസ്ലം തങ്ങൾ പറയുമ്പോൾ, അല്ലാഹുവേ, ആ വാപ്പയും ഉമ്മയും ഞങ്ങൾക്ക് സ്നേഹിക്കാൻ നീ സൗഭാഗ്യം നൽകണേ അല്ലാ. വാപ്പയും ഉമ്മയും മരിച്ചവരുണ്ടെങ്കിൽ അവരുടെ ഖബറിന്റെ ചാരപ്പെ ആഴ്ചയിൽ 7 ദിവസം സിയാറത്ത് ചെയ്യാൻ കഴിഞ്ഞാൽ 7 ദിവസവും സിയാറത്ത് ചെയ്യണം അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊരു പള്ളിയുണ്ട്. എന്റെ ഉപ്പയുടെ ജ്യേഷ്ഠന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഞാൻ പോയപ്പോ എന്നോട് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പയുടെ ഖബർ ഈ പള്ളിക്കാട്ടിലുണ്ട്, ഒന്ന് ദുആ ചെയ്യുമോ? ഞാൻ പറഞ്ഞു, ദുആ ചെയ്യാം. എന്റെ കൈ പിടിച്ചിട്ട് ഇവൻ പള്ളിക്കാട്ടിലോട്ട് പോയിട്ട് ഒരു 5 മിനിറ്റ് ഇവന്റെ വാപ്പാന്റെ ഖബർ തപ്പം, അവന്റെ ഗൂഗിൾ മാപ്പൊക്കെ എടുത്ത് തപ്പേണ്ട അവസ്ഥ. There is my papa's ഖബർ എന്നൊരു ലൊക്കേഷൻ എടുത്ത് തപ്പേണ്ട അവസ്ഥ. ഇവന്റെ വാപ്പാന്റെ ഖബർ അറിയില്ല, ഇവന്റെ വാപ്പാന്റെ ഖബർ അറിയില്ല. ഞാൻ ചോദിച്ചോടാ, വാപ്പ മരിച്ചിട്ട് എത്ര കൊല്ലമായി? ഉസ്താദേ, 18 കൊല്ലമായി. 18 കൊല്ലമായി. ഞാൻ ചോദിച്ചു, അവസാനമായി നിന്റെ വാപ്പാന്റെ ഖബറിന്റെ ചാര വന്നത് എപ്പോഴാ? 12 കൊല്ലം മുമ്പ്. ഉസ്താദേ, എന്താ പറഞ്ഞേ? 12 കൊല്ലം മുമ്പ്. ഞാൻ എന്തിനാ 12 കൊല്ലം മുമ്പ് വന്നവൻ ഇന്ന് വരാനുള്ള കാരണം? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇന്ന് വരാനുള്ള കാരണം ഒന്നുമില്ല ഉസ്താദേ. ഞാനിന്ന് ദുബൈയിലേക്ക് പോകും ഉസ്താദേ, ഷെയ്ഖിന്റെ അടിമയാകാൻ പോകും ഉസ്താദേ, അവിടെ ജ്യൂസ് കട തുടങ്ങാൻ പോകും ഉസ്താദേ, അവിടെ ഷാർജ ഷെയ്ഖ് അടിക്കാൻ പോകും ഉസ്താദേ. അതുകൊണ്ട് എന്റെ വാപ്പനോട് അവസാനമായിട്ട് ഒരു സലാം പറയാന്ന് വെച്ച് വന്നതാ ഉസ്താദേ. ഓക്കെ, ഞാൻ പറയാ പാടില്ല. വാപ്പയുടെ ഉമ്മയുടെ ഖബറിന്റെ ചാരെ പോയി സിയാറത്ത് ചെയ്യാൻ പറ്റുന്നവർ എല്ലാ ദിവസവും സിയാറത്ത് ചെയ്യണം. ഒരു ഫാത്തിഹയെങ്കിലും നമ്മൾ ഓതണം. അല്ലാഹുവേ, നീ സ്വീകരിക്ക റബ്ബേ. ഞാനൊരു ഹദീസ് പറഞ്ഞു തരാം കേട്ടോ. എല്ലാ വെള്ളിയാഴ്ച ദിവസവും നമ്മുടെ പള്ളിയുടെ ഉസ്താദന്മാര് ദുആ ചെയ്യുന്ന ആരാ ഉസ്താദ് വെടി വെക്കണ അല്ലെ? ഈ കർണാടക കാസർഗോഡ് ഭാഗത്തൊക്കെ വഴന്ന് പറയുമ്പോൾ വിറ്റാണ്. കാരണം എന്താ, ചില കുട്ടികളുണ്ട് സ്റ്റേജിന്റെ ചവിട്ടി വന്നിട്ട് ബലൂൺ പൊട്ടിക്കണം. ചില കുട്ടികൾ സ്റ്റേജിന്റെ ചവിട്ടി വന്നിട്ടായിരിക്കും ബലൂൺ പൊട്ടിക്കണം. ചില കുട്ടികൾ ഈ ലൈവ് ക്യാമറയുടെ തൊട്ടിപ്പുറത്തോട്ടൊരു ഇതെടുത്തിട്ട് നമ്മുടെ മുമ്പിലോട്ട് ഇങ്ങനെ കളിച്ചിട്ടായിരിക്കും പടക്കം പൊട്ടിക്കണം. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലെ, ഉറൂസ് നടക്കുമ്പോൾ അതിന്റെ മാന്യത നമ്മൾ കാണിക്കണം. സിയാറത്ത് ചെയ്യാൻ വന്നാൽ സിയാറത്ത് ചെയ്തിട്ട് പോകണം അല്ലെ? ചില ആളുകള് സാധനം മേടിക്കുക ഒരു ആഘോഷ ഉത്സവമായിട്ട് കാണുന്നുണ്ടെന്ന് വന്ന് ലൈറ്റൊക്കെ കണ്ട് കമ്മിറ്റിക്കാരെ തെറിയൊക്കെ പറഞ്ഞ് ഇത്രയും ലൈറ്റൊക്കെ എന്തിനായിട്ട് അതാണ് ഇതാന്നൊക്കെ പറഞ്ഞ് നോക്കിയിട്ട് കണക്കൊക്കെ എടുത്ത് ബില്ല് എത്രയാവും എന്നൊക്കെ നോക്കിയിട്ട് നാട്ടിലുള്ള കച്ചവടമൊക്കെ നടത്തി ഒന്ന് ഇതിന് താത്താനെ പോയി ചെറുതായിട്ടൊക്കെ മുട്ടി ഒരു സീറ്റൊക്കെ പോണ വീട്ടിൽ പോണ ചില ചങ്ങാതിമാരുണ്ട്. പാടില്ല. ഉറൂസിന് വന്നാൽ എന്ത് ചെയ്യാ? സിയാറത്ത് ചെയ്തിട്ട് പോവാ, വയല് കേട്ടിട്ട് പോവാ. കച്ചവടം എന്ത് ചെയ്യുക? അവർക്ക് ഉണ്ടായി കൊടുക്കുക. വയല് കഴിഞ്ഞിട്ട് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് അല്ലെ അവർക്ക് എന്ത് ചെയ്യുക? ലാഭം ഉണ്ടായി കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞ ഒരു ഹദീസ് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ച നമ്മുടെ പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് ദുആ ചെയ്യുന്ന ഒരു ദുആ ഉണ്ട്. ഏതാ? അല്ലാഹുമ്മ അജ്റിനാ മിനന്നാർ. അല്ലാഹ് അദാബുള്ള കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്. ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, മൻ ഖബ്ബല ഐനൈഹി ഉമ്മിഹി കാന ലഹു സിത്റം മിനന്നാർ. ആരെങ്കിലും ഒരാൾ ഉമ്മയുടെ നെറ്റിത്തടത്തില്, ഉമ്മയുടെ കവിൽ തടത്തില്, ഉമ്മയുടെ മുകൾ ഭാഗത്ത്, ഉമ്മയുടെ മുഖത്തു ഭാഗത്ത് ആരെങ്കിലും ഒരാൾ മൊത്തം കൊടുത്താൽ കാന ലഹു സിത്റം മിനന്നാർ, നരകത്തിൽ നിന്ന് കാവല. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഉമ്മയുടെ നെറ്റിത്തടത്തിൽ, ഉമ്മയുടെ കവിൽ തടത്തിൽ, ഉമ്മയുടെ മുഖത്ത് ആരെങ്കിലും ഒരാൾ മുത്തം കൊടുത്താൽ നരകത്തിൽ നിന്ന് കാവലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഉമ്മാക്ക് മുത്തം കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കും. ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? അച്ഛനെ 1 2 3 മുത്തലിങ്ങൾ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് പൊക്കിയിട്ടില്ല. ഭാര്യക്ക് മുത്തം കൊടുത്ത് പൊക്കാനല്ല കേട്ടോ, ഭാര്യക്ക് മുത്തം കൊടുത്തവരിൽ നിന്ന് ചോദിച്ചാൽ 98% ഉസ്താദെ കൊടുത്തിട്ടാ
വന്ന ഉസ്താദെ, ഇനി കൊടുക്കണം ഉസ്താദെ, വാട്സപ്പ് വഴി കൊടുക്കാം ഉസ്താദെ എന്ന് പറയണ ചങ്ങാതിമാര്. ഉമ്മാക്ക് മുത്തം കൊടുത്തിട്ടൊന്നും ചോദിച്ചാൽ കൊടുത്തിട്ടില്ല. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകട്ടെ. അപ്പൊ വാപ്പയുടെയും ഉമ്മയുടെയും സ്നേഹം ലഭിക്കുന്നവരാരാ? അവർ പൊരുത്തം ലഭിക്കുന്നവരാരാ? അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കും. അപ്പൊ ഒന്നേതാ ഖുർആൻ ഓതണം, രണ്ടേതാ നിസ്കരിക്കണം, മൂന്നേതാ വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തം വേണം, 4 കേട്ടോ അവസാനത്തെ വിഷയമാണ്. ഉസ്താദേ ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഇല്ലാത്തൊരു റൂസ് ഉണ്ടാവില്ല. ബക്കറ്റ് ഇല്ലേ? ബക്കറ്റ് ഇല്ല സാർ, ബക്കറ്റ് ഇല്ലേ? ഏതൊരു സ്ഥലത്ത് നിന്നിട്ട് പറഞ്ഞ് ബക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോ ഉസ്താദിന്റെ ഡ്രസ്സ് മുക്കി വെച്ച സർഫക്സിൽ മുക്കി വെച്ച ബക്കറ്റായിട്ടാ കമ്മിറ്റിക്കാർ വന്നെ. അതാകാൻ പാടില്ല. ബക്കറ്റിന്റെ അഹിലുകാര് ബക്കറ്റിന്റെ മലക്ക് വരും ഇൻഷാ അല്ലാഹ്. 4 കേട്ടോ ഒരു ബക്കറ്റ് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു വരും. നീലയോ പച്ചയോ മഞ്ഞയോ ചുവപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏത് കളറായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിലൂടെ ഒരു ബക്കറ്റ് കടന്നു വരും. ഈ ബക്കറ്റിലേക്ക് ആരാണോ സദക്ക കൊടുക്കുന്നത് എഴുതി വെച്ചോ. നന്മകൾ ചെയ്യുന്നവരാരാ, ദാനധർമ്മങ്ങൾ കൊടുക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ബക്കറ്റ് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ 500, 1000, 2000 ചെക്കോ 10,000 ലക്ഷങ്ങളൊന്നും കൊടുക്കണമെന്നില്ല. നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന 1 രൂപയെങ്കിലും ആ ബക്കറ്റിലേക്ക് ഇട്ടാൽ മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കി നിങ്ങൾ, ദാനധർമ്മം ചെയ്യുന്നവരാരാ, നന്മകൾ അധികരിപ്പിക്കുന്നവരാരാ, അവര് മരിക്കുമ്പോ ഈമാനോടെ മരിക്കുന്ന അല്ലെ. എല്ലാ പള്ളിയുടെയും മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാചകമാണ് എന്ത്? ദാനധർമ്മം വിപത്തിനെ തടയും അല്ലേ. ചില ചെറുപ്പക്കാർ, ഇപ്പൊ ന്യൂ ജനറേഷൻ ചെറുപ്പക്കാർ പറയും അത് പിരിക്കാൻ അവസാനം, എന്താ പറയണേ, അത് പിരിക്കാൻ അവസാനം. നേർച്ചപ്പെട്ടിയുടെ ചുവട്ടിൽ തന്നെ ഇത് എഴുതി വെക്കണമെങ്കിൽ അത് പിരിക്കാൻ ഉസ്താദ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. മോനെ, അത് അനുഭവിച്ചവർക്കറിയാം അതിന്റെ മഹത്വം. ദാനധർമ്മം വിപത്തിനെ തടയുന്ന. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് റബ്ബേ മൂവാറ്റുപുഴയില് ഒരു മൗലദ്വീന എന്ന് പറഞ്ഞ അക്കാഡമി ഉണ്ട്. മൂവാറ്റുപുഴയിൽ മൗലദ്വീന എന്ന് പറഞ്ഞ അക്കാഡമി ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ വയല് കഴിഞ്ഞ് പോകുമ്പോ എന്റെ വണ്ടി ഓടിക്കണ ചങ്ങാതി പെട്ടെന്ന് ഉറങ്ങിപ്പോയി. റബ്ബേ വണ്ടി മറിഞ്ഞു, ഒരു വീടിന്റെ മതില് പൊളിച്ചു, ട്രാഫിക് സിഗ്നൽ പൊളിച്ചു, വണ്ടി മൊത്തം മറിഞ്ഞു പൊളിഞ്ഞു പോയി. പക്ഷേ ഞങ്ങൾക്ക് സാരമായ പരിക്കുകളോടെ ഞങ്ങളൊന്ന് രക്ഷപ്പെട്ടു. ഞാനും രക്ഷപ്പെട്ടു, ഓനും രക്ഷപ്പെട്ടു. എനിക്ക് ഉറപ്പുണ്ട്, എനിക്കിന്നും വിശ്വാസമുണ്ട്. എന്തേ? അന്ന് ആ വഅലിന്റെ സദസ്സിൽ കൊടുത്തൊരു 10 രൂപയായിരിക്കും, അല്ലെങ്കിൽ യാത്ര മധ്യേ ഏതെങ്കിലും ഒരു പള്ളിയിൽ കയറിയപ്പോ അവിടെ കൊടുത്തൊരു 10 രൂപയായിരിക്കാം എന്നെ ആ വിപത്തിൽ നിന്ന് തടയാനുള്ള കാരണം. ദാനധർമ്മം വിപത്തിനെ തടയുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ആരെങ്കിലും ഒരാൾ സദഖ കൊടുത്താൽ അവർ മരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവർ ഈമാനോടെ മരിക്കുന്ന ഒരു സംഭവം കൂടി പറഞ്ഞ് നമുക്ക് വിട പറയണം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് അവസാനത്തെ ചരിത്രമാണ്. കേട്ടോ ഭാര്യ മരിച്ചവരുണ്ടെങ്കിൽ ഈ ചരിത്രം പഠിച്ചോ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ഒരിക്കൽ ഒരു യാചകൻ കടന്നു വന്നു. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ മുമ്പിലേക്ക് ഒരു യാചകനതാ കടന്നു വരികയാ. എന്നിട്ടതാ റസൂലുള്ളയോട് പറയുകയാ, ദാരിദ്ര്യമാ, സങ്കടമാ, വേദനയാ, കഴിക്കാൻ ഭക്ഷണം തരുമോ, കഴിക്കാൻ പഴങ്ങൾ തരുമോ, കുടിക്കാൻ വെള്ളം തരുമോ? റസൂലുള്ള ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആയിഷ ബീവിയതാ പറയുകയാ, ദാരിദ്ര്യമാ, നൊമ്പരമാ, സങ്കടമാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബിതങ്ങള് യാചകന്റെ കൈകളിലേക്ക് പിടിക്കുകയാ. എന്നിട്ടതാ കാണിച്ചു കൊടുക്കുകയാ, ദൂരെ കാണുന്ന വീട് അതെന്റെ ഫാത്തിമയുടെ വീടോ, അവിടെ ചെന്ന് കണ്ട് പരാതി പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാത്തിമയുണ്ടല്ലോ ഭക്ഷണം തരുന്നതാ, വെള്ളം തരുന്നതാ, പഴങ്ങൾ തരുന്നതാ. ആദരവാകുന്ന പ്രവാചകന്റെ വാക്ക് കേട്ടുകൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് യാചകനന്റെ പ്രിയമുള്ളവരെ കടന്നു ചെല്ലുമ്പോ ഫാത്തിമയോട് പറയുകയാ, റസൂലുള്ള പറഞ്ഞു വിട്ടിട്ട് വന്നതാ, ഭക്ഷണം തരുമോ, വെള്ളം തരുമോ? ഫാത്തിമയതാ അടുക്കളയിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ, പാത്രങ്ങൾ പരതുകയാ, ഭക്ഷണമില്ല, ദാരിദ്ര്യമാ, പട്ടിണിയാ. ഫാത്തിമയതാ പുറത്തേക്ക് കടന്നു വരുമ്പോ ഹസനും ഹുസൈനും ഉണ്ടല്ലോ, പുതച്ചിരിക്കുന്ന പുതപ്പന്റെ പ്രിയമുള്ളവര് കൈകളിലേക്ക് എടുത്തുകൊണ്ട് യാചകന്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോ യാചകനതാ
പറയുകയാ, പുതപ്പ് വേണ്ട ഫാത്തിമ, ആഹാരം തരുമോ ഫാത്തിമ, വിശക്കുന്നു ഫാത്തിമ. ഫാത്തിമയതാ വീടിന്റെ അകത്തേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ടതാ സുജൂദിൽ കിടക്കുകയാ. പടച്ചവനോട് ദുആ ചെയ്യുകയാ, അല്ലാ എന്റെ വീടിന്റെ മുമ്പിലേക്ക് കടന്നു വന്ന യാചകന്, റസൂലുള്ള പറഞ്ഞു വിട്ട യാചകന് ഭക്ഷണം കൊടുക്കാൻ എന്റെ കയ്യിൽ നിവർത്തിയില്ല അല്ലോ, പരീക്ഷിക്കല്ല അല്ലോ, ആഹാരം കൊടുക്കാൻ സൗഭാഗ്യം തരണ അല്ലാ. ഫാത്തിമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുമ്പോ ഒരശരീരിയുണ്ടല്ലോ ആകാശത്ത് നിന്ന് കടന്നു വരികയാ, ഒരശരീരി കടന്നു വരികയാ. എന്നിട്ടതാ പറയുകയാ, കരയല്ലേ, നൊമ്പരപ്പെടല്ലേ, സങ്കടപ്പെടല്ലേ, വിഷമിക്കല്ലേ, കരയല്ലേ ഫാത്തിമ. അലമാരയുടെ ചാരത്ത് ചെന്നുണ്ട് അന്വേഷിക്കണേ. വസ്ത്രങ്ങളെല്ലാം ശേഖരിച്ചിരിക്കുന്ന അലമാരയുണ്ടല്ലോ, അവിടെ ചെന്നുകൊണ്ട് ഒന്ന് പരതണേ ഫാത്തിമ. ഒരു സമ്മാനമുണ്ടല്ലോ തയ്യാറുണ്ടേ. ഫാത്തിമയതാ കണ്ണു തുടക്കുകയാ, അലമാരയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. വസ്ത്രങ്ങൾ ഇങ്ങനെ മാറ്റി നോക്കുമ്പോ ഒരു പൊതിയുണ്ടല്ലോ കൈകളിലേക്ക് ലഭിക്കുകയാ. ആ പൊതി ഇങ്ങനെ തുറന്നു നോക്കുമ്പോ ഒരു മുത്തിന്റെ മാലയാ. അതിലേക്ക് ചുംബനം കൊടുക്കുകയാ. എന്നിട്ടതാ കരയുകയാ, അല്ലാഹുവോട് പറയുകയാ, അല്ലാ ഈ ഫാത്തിമയെ പരീക്ഷിക്കല്ലേ അല്ലാ, ഈ ഫാത്തിമയെ പരീക്ഷിക്കല്ലേ റബ്ബേ. മാലയിലേക്ക് ചുംബനം കൊടുക്കുകയാ. കരഞ്ഞുകൊണ്ട് യാചകന് കൊടുക്കുമ്പോ യാചകനുണ്ടല്ലോ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. റസൂലുള്ള ചോദിക്കുകയാ, ഫാത്തിമ ഭക്ഷണം തന്നോ, ഫാത്തിമ വിശപ്പ് മാറ്റിയോ? യാചകനതാ പറയുകയാ, ഇല്ല നബിയേ, ഒരു തുള്ളി വെള്ളം പോലും തന്നില്ല നബിയേ. അങ്ങയുടെ പൊന്നുമോൾ എനിക്കൊരു മാല തന്നു നബിയേ. മാല തന്നപ്പോ കരഞ്ഞു നബിയേ. റസൂലുള്ള ചോദിക്കുകയാ, മാലയൊന്ന് കാണിക്കുമോ? യാചകനുണ്ടല്ലോ മാലയെടുത്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ കയ്യിൽ കൊടുക്കുമ്പോ റസൂലുള്ള അതാ കരയുകയോ, ഏങ്ങലടിക്കുകയോ, ടെൻഷൻ അടിക്കുകയോ, അതിലേക്ക് ചുംബനം കൊടുക്കുമ്പോ സഹാബത്ത് കടന്നു വരികയാ. എന്നിട്ടതാ ചോദിക്കുകയാ, എന്തിനാണ് നബിയേ കരയുന്നത്? എന്തിനാണ് റസൂലേ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, ഈ മാലയുണ്ടല്ലോ ആരുടെതെന്നറിയോ? ഈ സ്വർണമുണ്ടല്ലോ, ഈ മുത്തിന്റെ മാലയുണ്ടല്ലോ ആരുടെതെന്നറിയോ? ഈ മാലയുണ്ടല്ലോ ആരുടെതെന്നറിയോ? സഹാബാ, ഇതെന്റെ ഖദീജയുടെ മാലയാ, ഇതെന്റെ ഭാര്യയാകുന്ന ഖദീജയുടെ മാലയാണെന്ന് റസൂലുള്ള പറയുമ്പോ, റസൂലുള്ളാഹിക്ക് സങ്കടങ്ങൾ കടന്നു വരുമ്പോ, വേദനകൾ കടന്നു വരുമ്പോ, പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നൊമ്പരങ്ങൾ കടന്നു വരുമ്പോ റസൂലുള്ളാഹി അതാ വീട്ടിലേക്ക് കടന്നു വരികയാ. സമ്മിലൂരി യാ ഖദീജ, പുതപ്പൊന്ന് മൂടി തരണേ, എനിക്കൊന്ന് സമാധാനപ്പെടുത്തണേ, എനിക്കൊന്ന് സമാധാനത്തിന്റെ വാക്കുകളുണ്ടല്ലോ പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ ഖദീജയുടെ മാലയാ. ഇതെന്നെ ഭാര്യയാകുന്നോ ഖദീജയുടെ മാലയോ? ഈ മാലയുണ്ടല്ലോ ഖദീജ ഫാത്തിമയ്ക്ക് കൊടുത്ത സമ്മാനമാ. വടകരയിലുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞതാ, ഉസ്താദേ കല്യാണം കഴിഞ്ഞു 5 കൊല്ലമായി ഉസ്താദേ, എനിക്കൊരു 3 വയസ്സുള്ള പെൺകുട്ടിയുണ്ട് ഉസ്താദേ. എന്റെ ഭാര്യ എന്ന് പറയുന്നത് വല്ലാത്ത അഴകുള്ള ഭാര്യ, സൗന്ദര്യമുള്ള ഭാര്യ, ദീനുള്ള ഭാര്യ. എന്റെ ഭാര്യക്ക് നല്ല മുടിയുണ്ട് ഉസ്താദേ. അവൾക്കുണ്ടല്ലോ ഒരു ദിവസം ചെറിയൊരു ചുമ വന്നതാണ് ഉസ്താദേ. വടകരയിലുള്ള ഒരാശുപത്രിയിലേക്ക് ഞാനതാ കൊണ്ടു ചെന്നപ്പോ ഡോക്ടർമാര് വിധി എഴുതിയല്ലോ, ക്യാൻസറാണ് ഉസ്താദ്. എന്റെ ജീവിതത്തിലേക്ക് വില്ലനായിട്ട് ക്യാൻസർ വന്നു ഉസ്താദേ. തിരുവനന്തപുരം ജില്ലയില് RCCയിലേക്ക് കൊണ്ടു ചെന്നു ഉസ്താദേ. എന്റെ ഭാര്യയെ കീമോ ചെയ്തു ഉസ്താദ്. എന്റെ ഭാര്യയുടെ മുടികളുണ്ടല്ലോ, നീളമുള്ള മുടികളുണ്ടല്ലോ, കൊഴിഞ്ഞുപോയി ഉസ്താദ്.
തടിയുള്ള ശരീരമാണല്ലോ, അവള് ശോഷിച്ചു പോയി ഉസ്താദ്. അങ്ങനെ 2 മാസം തിരുവനന്തപുരം ജില്ലയില് RCCയിൽ കാണിച്ചു ഉസ്താദേ. 2 മാസം കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഉസ്താദേ. ഒരു ദിവസം അതാ മഗ്‌രിബിന്റെ സമയമാകുമ്പോ എന്റെ ഭാര്യയുണ്ടല്ലോ വീണ്ടും അതാ ചുമച്ചു ഉസ്താദ്. വായിൽ നിന്ന് ചോര വന്നു ഉസ്താദേ. വടകരയിലുള്ള ആശുപത്രിയിലേക്ക് ഞാനതാ കൊണ്ടു ചെല്ലുമ്പോ ഡോക്ടർമാര് വിധി എഴുതുകയാ, സക്കറാത്തിന്റെ ഹാല, മരണത്തിന്റെ അവസാന സമയമോ. എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ മടിയിൽ ഇങ്ങനെ തല വെച്ച് കിടക്കുകയാ. അല്ലാഹുവേ, 23 വയസ്സുള്ള പ്രിയപ്പെട്ട ഭാര്യ, 3 വയസ്സുള്ളൊരു പെൺകുട്ടിയുണ്ട്. അല്ലാഹുവേ, 23 വയസ്സുള്ള സാധുവായ സഹോദരിയുണ്ടല്ലോ. ഭർത്താവിന്റെ മടിയിൽ എന്റെ പ്രിയമുള്ളവരെ തല വെച്ച് കിടക്കുകയാ. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് മുത്തം കൊടുക്കുകയാ. എന്നിട്ട് ഭർത്താവിനോട് പറയുന്നൊരു വാക്യമുണ്ട്, ഇക്കാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ വേറെ ഒരാൾക്കും കൊടുക്കല്ലേ ഇക്കാ, അവരെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകൂല. വേറെ ഒരു വിവാഹം ചെയ്താലോ അവളെ ഞങ്ങളെ നല്ലപോലെ നോക്കണം ഇക്കാ. എന്നിട്ട് എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ മടിയിൽ കിടന്നുകൊണ്ട് ക്യാൻസർ എന്ന് പറയുന്ന മഹാമാരി കാർന്നു തിന്നുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറഞ്ഞ വാക്യമുണ്ട്, ഇക്കാ നിങ്ങളുടെ കൂടെ ജീവിച്ചു കൊതി തീർന്നില്ല, മരിക്കാൻ പേടിയില്ല, പക്ഷേ ജീവിച്ചു കൊതി തീർന്നില്ല, നിങ്ങളെ എനിക്ക് ജന്നാത്തുൽ ഫിർദൗസിൽ വേണമെന്ന് ഒരു സാധുവായ സഹോദരി പറയുമ്പോ, അല്ലാഹുവേ, കഴിഞ്ഞ മാസം ആ സാധുവായ സഹോദരിയുടെ ഖബറിന്റെ ചാരത്ത് ഞാൻ ചെന്നപ്പോ 3 വയസ്സുള്ള പൊന്നുമോള് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ആമീൻ ആമീൻ എന്ന് പറയുമ്പോ റസൂലുള്ള പറയുകയാ, കൈയുള്ളപ്പോൾ അതിന്റെ വില അറിയൂല, കാലുള്ളപ്പോൾ അതിന്റെ വില അറിയൂല, ഭാര്യയുള്ളപ്പോൾ അതിന്റെ വില അറിയൂല. ഭാര്യ മരിച്ചവരെ, ഭാര്യ വിട പറഞ്ഞവരെ, അത് വല്ലാത്ത നഷ്ടമോ. റസൂലുള്ള കരഞ്ഞുകൊണ്ട് പറയുകയാ, ഈ മാലയുണ്ടല്ലോ ആരുടേതെന്നറിയോ? ഇതെന്റെ ഖദീജയുടെ മാലയാ. എന്റെ ഖദീജ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ പോയപ്പോ ഫാത്തിമയെ വിളിക്കുകയാ, ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, അല്ലാഹു ഒരുപാട് സമ്പത്ത് എനിക്ക് തന്നല്ലോ, അത് മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തല്ലോ, എനിക്കിനി നിനക്ക് തരാൻ ഒന്നുമില്ല. ഈ മാല മാത്രമോ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് നീ സൂക്ഷിക്കണമെന്ന് പറഞ്ഞല്ലോ. ആ മാലയതാ ഒരു യാചകന് വേണ്ടി ഊരിക്കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ എന്തിനാ പറഞ്ഞതെന്നറിയോ? റസൂലുള്ളാഹിയതാ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ഹസനും ഹുസൈനും എന്റെ പ്രിയമുള്ളവരെ കരയുകയാ, മുലപ്പാൽ ലഭിക്കാതെ വിഷമിക്കുകയാ. ആദരവാകുന്ന പ്രവാചകനാകുന്ന നബി തങ്ങള് ഫാത്തിമയെ വിളിക്കുകയാ, ഫാത്തിമയോട് പറയുകയാ, ഫാത്തിമ, എന്റെ ചെറുമക്കളാകുന്നു ഹസനും ഹുസൈനും എന്തേ മുലപ്പാൽ കൊടുക്കാത്തതെന്തേ, മുലപ്പാൽ കൊടുക്കാത്തതെന്തേ, പാലൂട്ടാത്തതെന്തേ? ഫാത്തിമയതാ കരഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിയോട് പറയുകയാ, വാപ്പാ, അങ്ങയുടെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, മരുന്ന് കഴിച്ചിട്ട് ദിവസങ്ങളായി വാപ്പാ, എന്റെ പ്രിയപ്പെട്ട മക്കളുണ്ടല്ലോ എന്റെ മുലപ്പാല് കുടിക്കാൻ നോക്കുമ്പോ എന്റെ മാറിൽ നിന്ന് പാല് വരുന്നില്ല വാപ്പാ, ചോരയാണ് വരുന്നത് വാപ്പാ എന്ന് പറഞ്ഞ സമയത്തു പോലും ഊരിക്കൊടുക്കാത്ത മാലയുണ്ടല്ലോ ഒരു യാചകന് വേണ്ടി കൊടുത്തെന്ന് ചരിത്രം പറയുമ്പോ, സദഖ കൊടുക്കുന്നവരെ, ഇല്ലാത്ത സമയത്ത് ദാനധർമ്മം ചെയ്യുന്നവരെ, അൽഹംദുലില്ലാഹ്, മരിക്കുമ്പോ ഈമാനോടെ മരിക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ